ഗംഗാ സമതലത്തിലോ അല്ലെങ്കിൽ സിന്ധു സമതലത്തിലോ ജീവിക്കുന്ന എല്ലാ ആൾക്കാരും ഹിന്ദുക്കളെന്നുള്ള നിലയ്ക്കാണ് വിദേശികളെ സംബന്ധിച്ചിടത്തോളം. നളന്ദ യൂണിവേഴ്സിറ്റി കത്തിച്ച് നശിപ്പിച്ചു, തക്ഷശില യൂണിവേഴ്സിറ്റി കത്തിച്ചു, കണ്ട ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിച്ചു, അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം തച്ചടച്ചു. ആന്ധ്രയിലെയും മഹാരാഷ്ട്രയിലും വന്ന ആൾക്കാരാണ് മാക്സിമം ഈ ഡിമോളിഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇൻ ദ നെയിം ഓഫ് രാം, യുനോ. അപ്രതീക്ഷിത ഷോക്കായിരുന്നു അത്. ഷോക്കായിരുന്നു. ഇറ്റ് വാസ് എ ഷോക്ക്. തടയാനൊന്നും ഒരു ശ്രമം ഉണ്ടായില്ല. തടയാനൊരു ശ്രമം നടന്നില്ല. ഈ കോളത്തിൽ ഞാൻ എഴുതിയിരുന്നു ബാബറി മസ്ജിദ് വിൽ കം ഡൗൺ. ഇറ്റ് ഹാഡ് നോട്ട് ഹാപ്പൻഡ്. പൊളിച്ചു എന്നുള്ള ആ ഒരു ഇമോഷണൽ അപ്പീലുണ്ടല്ലോ, ദാറ്റ് വാസ് ഗ്രേറ്റ് ആൻഡ് ദാറ്റ് വാസ് സെൻറ്റിമെൻറ്റ് അക്രോസ് ദ കൺട്രി. ഗുജറാത്തിലെ അവിടുത്തെ ഈ റയറ്റിന് ശേഷമുള്ള സാഹചര്യത്തിൽ മോഡിജിക്കെതിരായിട്ടുള്ള പത്രവാർത്തകൾ റെഗുലറായിട്ട് വരാൻ തുടങ്ങി. ഈ അയോധ്യ മൂവ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് അങ്ങയുടെ റോൾ എന്താണ്? ഇല്ല, എനിക്കതിനകത്ത് റോളൊന്നുമില്ല. ഞാൻ ഐ വാസ് ഓൺലി എ റിപ്പോർട്ടർ. ഞാൻ അന്ന് ജേർണലിസ്റ്റാണ്. ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഐ വാസ് എ കീൻ ഒബ്സർവർ. അപ്പോൾ ഈ അഡ്വാൻറ്റേജായിട്ട് രഥയാത്ര അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, സോമനാഥ് തൊട്ട് അയോധ്യ വരെ ഐ വിൽ ടേക്ക് എ രഥയാത്ര എന്ന് പറഞ്ഞിട്ട് RSS അനുവദിച്ചു. അനുവദിച്ചു. വാജ്പേയിക്ക് താല്പര്യമില്ലായിരുന്നു. വാജ്പേയിക്ക് അങ്ങനെ ആ തരത്തിൽ അദ്ദേഹം ഈ വാസ് ഡീലിനേറ്റഡ് ഫ്രം ദാറ്റ്. അതിനെൻ്റെ പാർട്ടല്ലായിരുന്നു. പക്ഷേ അന്ന് അഡ്വാൻറ്റേജാണ് വാസ്തവത്തിൽ BJP കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നതും ആ കാര്യത്തിൽ ഒരു ഡിസിഷൻ മേക്ക് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജാണ്. അപ്പോൾ അഡ്വാൻറ്റേജ് പറഞ്ഞു, ഞാൻ യാത്ര എടുക്കാൻ പോവാണ്. ദിസ് ഈസ് ബേസിക്കലി ടു ബിൽഡ് എ മാസ് അവയർനെസ് അബൌട്ട് ദ മൂവ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം ഇത് അനൗൺസ് ചെയ്തു. ഇന്ന ദിവസം തൊട്ട് ഞാൻ സോമനാഥിൽ തുടങ്ങുന്നു. കാരണം സോമനാഥിൻ്റെ ചരിത്രം അറിയാമല്ലോ. അപ്പം സോമനാഥിൽ തുടങ്ങും, അയോധ്യയിൽ തീരുമെന്നുള്ള നിലയ്ക്കുള്ള ഇത്. അപ്പോൾ ഇത് ഡിക്ലെയർ ചെയ്ത സമയത്ത് ഞാനുണ്ടായിരുന്നു. മണ്ഡി ഹൗസ് എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശ് ഭവൻ വെച്ചിട്ടാണ് ഇത് ഡിക്ലറേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഡിക്ലെയർ ചെയ്തതിന് ശേഷം അഡ്വാൻറ്റേജ് എന്നോട് ചോദിച്ചു, വാട്ട് യു തിങ്ക്, ഇസ് ദർ എനി ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ഗുഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഷുവർലി ഇറ്റ് ഇസ് ഗോയിങ് ടു ഗെറ്റ് എ ഗുഡ് റെസ്പോൺസ്. അപ്പോൾ എന്നോട് പരിചയമുണ്ട്, നേരത്തെ ഓർഗനൈസറുള്ള പരിചയമുണ്ട്, നന്നായിട്ട് അറിയാം. ഓർഗനൈസറിനെ നന്നായിട്ട് അറിയാം. വീക്കിലാണെങ്കിലും അറിയാം. അതെ, അറിയാം. അപ്പോൾ അദ്ദേഹത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. വളരെ ജൂനിയറായിട്ടുള്ള ആൾക്കാരോട് അദ്ദേഹം കൺസൾട്ട് ചെയ്യും. അദ്ദേഹത്തിന് കുറച്ച് അറിയാവുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവുമായിട്ട് ബന്ധമുള്ളവരെ എന്നുള്ള നിലയ്ക്കുള്ള ആൾക്കാരാണെങ്കിൽ, പാർലമെൻറ്റിലാണെങ്കിലും ഇപ്പം ഞങ്ങളിങ്ങനെ നടക്കുകയാണെങ്കിൽ പറയും, ഒരു 3 മണി സമയത്ത് വരണമെന്ന് പറയും, മുറി വരണമെന്ന് പറയും. അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്. അദ്ദേഹം എന്ന് വെച്ചാൽ പ്രസിനെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങളെ 5-8 പേരെ വിളിച്ചിട്ട് ഞങ്ങളോട് ചോദിക്കും, വാട്ട് ഇസ് ദ ഇഷ്യൂ ടുഡേ, വാട്ട് ഷുഡ് വി ഡിസ്കസ് ടുഡേ, പ്രസിനോട് എന്താ എന്ന് പറയേണ്ടത്. ഞങ്ങളെന്ന് വെച്ചാൽ വി ആർ സോ ജൂനിയർ, ബട്ട് ഹി ഹാഡ് ദിസ് ഡെമോക്രാറ്റിക് മൈൻഡ്. എല്ലാവരുടെയും ഐഡിയാസ് കേൾക്കും, എല്ലാവരും പറയുന്നത് കേൾക്കും. എന്നിട്ട് ഹി വിൽ ഫോർമുലേറ്റ് വാട്ട് ടു ടോക്ക് അറ്റ് ദാറ്റ് ഡേ. ഡെയിലി പത്രസമ്മേളനത്തിലുള്ള വിഷയം ഞാൻ പറയാം. അപ്പം ഇതുപോലെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ബൗണ്ട് ടു ബി എ ബിഗ് സക്സസ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, യു അക്കമ്പനി എന്ന് പറഞ്ഞു. അപ്പം ഞാനന്ന് വീക്കില്ല അന്ന്. എന്നപ്പം സോമനാഥ് തൊട്ട് ഞാൻ കണ്ടിന്യൂസ് അപ്പോൾ അനുവാദം കിട്ടി, വീക്കിന്ന് അനുവാദം കിട്ടി കവർ ചെയ്യാൻ. അങ്ങനെ ഈ രഥയാത്രയുടെ ആദ്യത്തെ കവർ സ്റ്റോറി വീക്കാണ് ചെയ്യുന്നത്. വീക്ക് ഹാഡ് എ ബിഗ് കവർ സ്റ്റോറി. അതായത് ഒരു പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാഫ് ഉണ്ടാക്കിയിട്ട് അഡ്വാൻറ്റേജ് എവിടെ കൊടുക്കണൊക്കെ പോകുന്നതെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ചാരിയറ്റ് ഓഫ് ഫയർ എന്നാണ് അവർ ഹെഡിങ് കൊടുത്തത്. ചാരിയറ്റ് ഓഫ് ഫയർ, അതായത് നെഗറ്റീവാണ് ഹെഡിങ്. പക്ഷേ ഇറ്റ് വാസ് എ ഗുഡ് കവറേജ്. അതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ ഈ യാത്ര തുടങ്ങിയതിന് ശേഷം അങ്ങയുടെ റിപ്പോർട്ടിങ് പോസിറ്റീവായിരുന്നു. എൻ്റെ റിപ്പോർട്ട് പോസിറ്റീവായിരുന്നു. വീക്കിന് കുഴപ്പമില്ലായിരുന്നു. വീക്കിന് അതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വീക്കിൻ്റെ ഹെഡിങ് നെഗറ്റീവായിരുന്നു. ഹെഡിങ് പ്രൊവോക്കേറ്റീവായിരുന്നു, നെഗറ്റീവായിരുന്നു. അപ്പം 2 കൂട്ടരും തൃപ്തിപ്പെടുത്തി. അതെ, ബട്ട് ഇറ്റ് വാസ് ഗുഡ് കവർ. അത് ഭയങ്കരമായിട്ട് സെല്ല് ചെയ്തു. ആദ്യത്തെ കവർ സ്റ്റോറി അതായിരുന്നു. പക്ഷേ അഡ്വാൻറ്റേജായിട്ട് ഈ അനൗൺസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിലും ഇന്ത്യൻ എക്സ്പ്രസ്സും ഒക്കെ എന്ന് വെച്ചാൽ ഇറ്റ് വാസ് എ സിംഗിൾ കോളം സ്റ്റോറി. പക്ഷേ യാത്ര അങ്ങോട്ട് പോയിട്ടൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറ്റ് ബിക്കം എ ഹ്യൂജ് മൂവ്മെൻറ്റ്. ദ കൈൻഡ് ഓഫ് മാസ് അപ്സർജ് ആൻഡ് റെസ്പോൺസ് ഓഫ് വിമൻ. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് തലയിൽ ഇങ്ങനെ ഈ കുടത്തിനകത്ത് കലശം എടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ് ഫോർ അവേഴ്സ് ടുഗദർ. അപ്പോൾ അഡ്വാൻറ്റേജ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ദിസ് ഈസ് ദ ടൈം ഐ ഫസ്റ്റ് റിയലൈസ് ദാറ്റ് റാം വാസ് സച്ച് ആൻ ഐക്കോൺ. ഐ നെവർ തോട്ട് റാം ഈസ് സച്ച് ആൻ ഐക്കോൺ. ബട്ട് സീയിങ് ദ റെസ്പോൺസ് ഓഫ് ദ പീപ്പിൾ, ആൾക്കാർ പോയി അദ്ദേഹത്തിന് കാല് തൊടുകയാണ്, വർഷിപ്പിക്കുകയാണ്, പൂവിട്ട് വർഷിപ്പിക്കുകയാണ്. ദാറ്റ് ഹീ ബിക്കെയിം കൈൻഡ് ഓഫ് പെർസോണിഫൈഡ് ആസ് റാം. ആ തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് അതെന്ന് പറഞ്ഞാൽ ദാറ്റ് റിയലി ടേൺഡ് ഇന്ത്യൻ പൊളിറ്റിക്സ് അപ്സൈഡ് ഡൗൺ. അത്ര വ്യത്യാസം വന്നു. അതാണ്. പക്ഷേ സമസ്തിപൂർ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തല്ലോ, ലല്ലു പ്രസാദ് അറസ്റ്റ് ചെയ്തു. യാത്ര എവിടെ വെച്ച് നിന്നു.
അല്ല ഞാൻ ചോദിക്കണത് അങ്ങിത് അത് ശരിക്കും പറഞ്ഞാൽ ഈ മൂവ്മെന്റിന്റെ ഭാഗമായപ്പോൾ അങ്ങേക്ക് ഈ ഫീൽ ശരിക്കും ഉണ്ടായി. ഫീൽ ഉണ്ടായി. പിന്നെ റെഗുലറായിട്ട് ഐ വാസ് റൈറ്റിംഗ് അബൌട്ട് ഇൻ മനോരമ വീക്കിലാണെങ്കിലും പല കവർ സ്റ്റോറികൾ ചെയ്തു. അല്ല ഞാൻ ചോദിക്കട്ടെ, അതായത് അങ്ങ് ഈ വീക്കിൻ്റെ കറസ്പോണ്ടൻ്റ് നിലയിലാണല്ലോ പോകുന്നത്. അതെ അതെ. പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗമായ ഫീൽ ഉണ്ടായി അല്ലേ? ഫീൽ ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ അഡ്വാൻറ്റേജിയുടെ കൂടെ യാത്ര ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രഥത്തിൽ ഞാനും കൂടെ ഇരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി വാസ് ഫോളോയിങ് ഹിം. ഫാമിലി കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നമ്പർ 2 എന്നുള്ളതൊക്കെ പ്രമോദ് മഹാജനായിരുന്നു അന്ന്. പ്രമോദ് മഹാജൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പം അഡ്വാൻറ്റേജ് കുറച്ച് ടയർഡാണെങ്കിൽ കുറച്ച് റെസ്റ്റ് ചെയ്യുന്നു, രഥത്തിനകത്ത് ബാക്ക് സൈഡ് ഇരിക്കുകയാണെങ്കിൽ പ്രമോദ്ജി വിൽ കണ്ടിന്യൂ ദ യാത്ര. അപ്പം അവിടെ സംസാരിക്കണം, അഡ്വാൻറ്റേജ് യാത്ര പ്രസംഗിക്കത്തില്ലെങ്കിൽ പ്രമോദ്ജി പ്രസംഗിക്കും, അങ്ങനെയായിരുന്നു. അപ്പം വാസ്തവത്തിൽ അഡ്വാൻറ്റേജ് ഒരു വലിയ റേറ്ററൊന്നും അല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രസംഗത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഹി ഇവോൾഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഈ യാത്രകളിൽ കൂടെ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് തൊണ്ട ഇതായി. ഇപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യാത്ത ശബ്ദം അടഞ്ഞു വന്നു. അന്ന് ആരാൻ എന്തോ ഒരു മരുന്ന് കൊടുത്തു, എന്നിട്ട് അങ്ങനത്തെ അദ്ദേഹത്തിൻ്റെ തൊണ്ട ക്ലിയറായി. അങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ യാത്ര തടയുന്ന ആ ദിവസം ഓർമ്മയുണ്ടോ? പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. ഞങ്ങൾ സമസ്തിപൂരിൽ ഞങ്ങളെല്ലാവരും അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലുണ്ടായിരുന്നു. കുറേ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, ഒത്തിരി ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അന്നത്തേക്ക് BJP had become a powerful party. കാരണം വി ആർ സപ്പോർട്ടിങ് VP സിംഗ് ഗവൺമെൻറ്. VP സിംഗ് പ്രൈം മിനിസ്റ്ററാണ്. അപ്പം അഡ്വാൻറ്റേജ് പറഞ്ഞിരുന്നു എൻ്റെ യാത്ര എവിടെ വെച്ചെങ്കിലും തടയുകയാണെങ്കിൽ BJP വിൽ വിഡ്രോ ദി സപ്പോർട്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് വേറൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ട്. PP സിംഗ് ആക്ച്വലി ഒരു വലിയ പൊളിറ്റിക്സ് ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക്. മണ്ഡൽ കമ്മീഷൻ ചെയ്തു, ഇറക്കി. മണ്ഡൽ കമ്മീഷൻ്റെ ഐഡിയ എന്ന് പറയുന്നത് BJP തകർക്കുക എന്നുള്ളൊരു ഐഡിയയുടെ ഭാഗമായിട്ടാണ് മണ്ഡൽ കമ്മീഷൻ VP സിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം മണ്ഡൽ കമ്മീഷനെ അക്സെപ്റ്റ് ചെയ്തു. കാരണം മണ്ഡൽ കമ്മീഷൻ വാസ്തവത്തിൽ സെറ്റപ്പ് ചെയ്തത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഫോർ ഇയേഴ്സ് ടുഗദർ ഷീ സാറ്റ് ഓൺ ഇറ്റ്. ഓപ്പൺ ചെയ്തതുപോലുമില്ല, നടപ്പാക്കിയിട്ടില്ല ഒരിക്കലും. കോൺഗ്രസ് വാസ് ഓൾവേസ് അഗൻസ്റ്റ് മണ്ഡൽ കമ്മീഷൻ. ഈവൻ ടുഡേ ദേ ആർ അഗൻസ്റ്റ് ഇറ്റ്. അപ്പം അതിനകത്തെ തമാശ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എതിർത്തതും തടഞ്ഞു വെച്ചതും റിപ്പോർട്ട് വെളിച്ചം കാണാതിരുന്ന ആ റിപ്പോർട്ട് VP സിംഗ് പെട്ടെന്ന് പൊടിതട്ടിയെടുത്തിട്ട് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ VP സിംഗ് അത് അന്ന് ഇറ്റ് വാസ് ഹെയിൽഡ് ആസ് എ മാസ്റ്റർ സ്ട്രോക്ക്. ഭയങ്കര പൊളിറ്റിക്കൽ മൈലേജ് അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ചെയ്തത്. ഇപ്പോൾ നേരത്തെ വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും BJPയുടെയും സപ്പോർട്ടോടാണ് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നത്, ജനതാദൾ അധികാരത്തിൽ വന്നത്. അപ്പോൾ VP സിംഗിൻ്റെ അന്നത്തെ പൊളിറ്റിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇലക്ഷൻ ഐ ആം ഗോയിങ് ടു ബി ഓൺ മൈ ഓൺ, കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ഒരു ധാരണയിലാണ് പുള്ളി ചെയ്തത്. പക്ഷേ എൻ്റെ റിയാക്ഷൻ ഭയങ്കരമായിരുന്നു. അപ്പോൾ റിയാക്ഷനകത്ത് BJPക്ക് ഒരു വലിയൊരു പൊളിറ്റിക്കൽ ക്രൈസിസ് ആയിരുന്നു ആ സമയത്ത്. BJP വാട്ട് ടു ഡു, മണ്ഡൽ കമ്മീഷൻ സപ്പോർട്ട് ചെയ്യണോ വേണ്ടായോ? ആൻഡ് BJP took a very intelligent decision. BJP said we are supporting the മണ്ഡൽ കമ്മീഷൻ. നാച്ചുറൽ കോഴ്സിൽ BJP ഒപ്പോസ് ചെയ്യുന്നതാണ്. ബട്ട് BJP supported the മണ്ഡൽ കമ്മീഷൻ ആൻഡ് രാജീവ് ഗാന്ധി made a 3-hour speech in parliament opposing it. ഈ പൊളിറ്റിക്കൽ പണ്ഡിറ്റ്സ് അവരുടെ അനാലിസിസ് അനുസരിച്ച് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പതനം തുടങ്ങിയത് ഇറ്റ് വാസ് ഫ്രം ദാറ്റ് മൂവ്മെൻറ്റ്. ആ സ്പീച്ചിൽ അദ്ദേഹം മണ്ഡൽ കമ്മീഷനെ കംപ്ലീറ്റ് ആയിട്ട് എതിർത്തിട്ടുള്ളൊരു സ്റ്റാൻഡ് കോൺഗ്രസ് എടുത്തോടുകൂടി ഉത്തർപ്രദേശിലുണ്ടല്ലോ, മറ്റ് പിന്നെ രാജസ്ഥാനിൽ, ബീഹാറിൽ ഒക്കെ കോൺഗ്രസ് ഉണ്ടല്ലോ, കംപ്ലീറ്റ് തൂത്തെറിയപ്പെട്ടു. അതാരോ തെറ്റായ ഒരു ഉപദേശം കൊടുത്തു. കാരണം ദെൻ കോൺഗ്രസ് ബിക്കേം എ പാർട്ടി ഓഫ് ദി അപ്പർ കാസ്റ്റ്, ബ്രാഹ്മൺ പാർട്ടിയായിട്ട് മാറി. BJPക്കുള്ള പേരുദോഷമാണ് അതെ അവർ കൊണ്ടുപോയത്. അതെ. പക്ഷേ BJP took a very intelligent stand. BJP മണ്ഡലിന് കമ്മീഷനെ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഹിന്ദുത്വ കാർഡ് കളിച്ചു. അതായത് ദിസ് രഥയാത്ര വാസ് എ കൗണ്ടർ ടു ഇറ്റ്. രഥയാത്ര കെയിം വാസ് എ കൗണ്ടർ ടു മണ്ഡൽ. യുണൈറ്റ് ദ എൻ്റയർ ഹിന്ദു ഇൻ ദ നെയിം ഓഫ് രാം. അപ്പം അത് വന്നപ്പോഴേ VP സിംഗിനും മനസ്സിലായി ദിസ് ഈസ് ഗോയിങ് അനദർ ഡയറക്ഷൻ. അടുത്ത ഇലക്ഷന് VP സിംഗ് ടോട്ടലി ഫെയിലായല്ലോ. VP സിംഗ് വാസ് ഫിനിഷ്ഡ്. ബട്ട് BJP കെയിം അപ്പ്. അപ്പം അഡ്വാൻറ്റേജിയുടെ അന്നത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതായിരുന്നു, ആസ് എ കൗണ്ടർ ടു മണ്ഡൽ വി വിൽ ഹാവ് രാം. അപ്പോൾ ഈ യാത്ര മണ്ഡൽ പിന്നെ സമസ്തിപൂരിൽ ലലു പ്രസാദ് യാദവ് തടഞ്ഞു. അതിനുശേഷം BJP സപ്പോർട്ട് വിഡ്രോ ചെയ്തു. സർക്കാർ വീണു. ചന്ദ്രശേഖരൻ്റെ സർക്കാർ വന്നു. ചന്ദ്രശേഖർ സർക്കാർ വന്നപ്പോൾ ഹി വാസ് മോർ ലീനിയൻ ടുവേർഡ്സ് BJP. അപ്പം അഡ്വാൻറ്റേജിയുടെ യാത്ര കണ്ടിന്യൂ അനുവദിച്ചു. ഇതിന് ഈ കണ്ടിന്യൂ കൊടുത്ത യാത്ര. പക്ഷേ ചന്ദ്രശേഖർ അന്ന് ഒരു നല്ല സീരിയസ് ആയിട്ടൊരു എഫേർട്ട് നടത്തിയായിരുന്നു രാമജന്മഭൂമി മൂവ്മെൻറ്റ് പ്രശ്നം പരിഹരിക്കാൻ.
ദാറ്റ് വാസ് ദ ഓൺലി സിൻസിയർ മൂവ്മെൻറ്റ് അതെന്തായിരുന്നു ശ്രമം? അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ. അദ്ദേഹം ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിക്കകത്ത് ശരത് പവാർ വാസ് മെയ്ഡ് ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി. എക്സ്പേർട്സ് ആയിരുന്നു അതിനകത്ത് കമ്മിറ്റിയിലുണ്ടായിരുന്നത്. ആൻഡ് ഹാഡ് റെഗുലർ മീറ്റിംഗ്സ് ഡിസ്കസിങ് പോയിൻറ്റ്സ് ആഫ്റ്റർ പോയിൻറ്റ്സ് വിത്ത് ഡോക്യുമെൻറ്റ്സ്. മുസ്ലിം സൈഡിനോടും പറഞ്ഞു, ഹിന്ദു സൈഡിനോടും പറഞ്ഞു. ആൻഡ് ദേ വർ മീറ്റിംഗ് ആൻഡ് ദേ വർ എക്സ്ചേഞ്ചിങ് നോട്ട്സ്. ദാറ്റ് വാസ് വെരി സീരിയസ്. എന്തായിരുന്നു ഫോർമുല എന്നറിയാമോ? ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഷുഡ് ബി ആൻ അപ്ലിക്കബിൾ സെറ്റിൽമെൻറ്റ് ബേസ്ഡ് ഓൺ ഡോക്യുമെൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് ഇറ്റ് ഇസ് എ ഹിന്ദു പ്ലേസ്, ഗിവ് ഇറ്റ് ടു ദം ആൻഡ് മുസ്ലിംസ് വിൽ ഹാവ് അതർ ഓൾട്ടർനേറ്റീവ്. അപ്പം എല്ലാ ഡോക്യുമെൻസും ഹിന്ദുക്കൾക്ക് അനുകൂലമായിരുന്നു. കാരണം ബി ബി ലാലിൻ്റെ റിപ്പോർട്ട്, ബി ബി ലാലിൻ്റെ സർവേ ഉണ്ടായിരുന്നു, ആർക്കിയോളജിക്കൽ സർവേ. ആർക്കിയോളജിക്കൽ സർവേ വാസ്തവത്തിൽ ഇന്ദിരാഗാന്ധിയാണ് കമ്മീഷൻ ചെയ്തത്. സോ ദാറ്റ് റിപ്പോർട്ട് വാസ് സോ എവിഡൻറ്റ് ദാറ്റ് ദർ വാസ് എ ടെമ്പിൾ. അത് കഴിഞ്ഞ് ദർ വാസ് എ സെക്കൻഡ് സർവേ അഗെയിൻ. ബട്ട് ദിസ് സർവേ ആൻഡ് വി ഹാഡ് ഓൾ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബാബർനാമയുണ്ട്. അതുപോലെ തന്നെ ആ സമയത്തെ പേർഷ്യൻ റൈറ്റേഴ്സ് എഴുതിയ പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളെല്ലാം വളരെ ഡോക്യുമെൻറ്റഡ് ആയിട്ട്, അതായത് എല്ലാ കാര്യങ്ങളും ബ്ലോ ബൈ ബ്ലോ. അതോടെ മറ്റോ ഭാഗം പിന്മാറി. അതെ. അപ്പം ആ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞില്ല. ഡിസ്കഷൻ നടക്കുന്ന സമയത്താണ് ഇലക്ഷൻ വന്നു. അതിനുശേഷം രാജീവ് ഗാന്ധി വാസ് അസാസിനേറ്റഡ്. ഓക്കെ. അസാസിനേഷൻ നടത്തില്ലെങ്കിൽ ഇലക്ഷൻ്റെ റിസൾട്ട് ഇറ്റ് വുഡ് ഹാവ് ബീൻ സംതിങ് എൽസ്. ബട്ട് അഡ്വാൻജി വാസ് ഷോക്ക്ഡ്. എന്തായിരിക്കും സാധ്യത? ചന്ദ്രശേഖർ വരാൻ സാധ്യതയുണ്ട് വീണ്ടും? ഇല്ല. കോൺഗ്രസ് തിരിച്ചു വരുമായിരുന്നു. ബട്ട് ബി ജെ പി വുഡ് ഹാവ് ട്രമൻഡസ്ലി ഇംപ്രൂവ്ഡ് ഓൺ ദ നമ്പർ. ബി ജെ പിക്ക് ആ ഇലക്ഷനിൽ 120 സീറ്റാണ് കിട്ടിയത്. ബട്ട് അഡ്വാൻറ്റേജ് വാസ് എക്സ്പെക്ടിങ് അറ്റ്ലീസ്റ്റ് 200+ ആ സമയത്ത്. ആൻഡ് ദാറ്റ് വാസ് ദ അറ്റ്മോസ്ഫിയർ ഓൾസോ. ഈ രാജീവ് ഗാന്ധിയുടെ ഈ മരണം സംഭവിക്കുന്ന സമയത്ത് ഐ വാസ് വിത്ത് അഡ്വാൻറ്റേജ് ഇൻ അഹമ്മദാബാദ്. വി ആർ ഓൾ ഇൻ എ ഹോട്ടൽ ദെയർ. അപ്പോൾ അഡ്വാൻറ്റേജ് വാസ് കമ്പൈനിങ് ദെയർ. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു പബ്ലിക് മീറ്റിംഗ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഒരു ചിറ്റ് തന്നു. എന്നോട് ഇത് അഡ്വാൻറ്റേജ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഐ വാസ് സിറ്റിംഗ് ജസ്റ്റ് ബിഹൈൻഡ് ഹിം ഓൺ ദി സ്റ്റേജ്. സ്റ്റേജിലെന്ന് വെച്ചാൽ താഴെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഐ വെൻറ്റ് ഫോർ റിപ്പോർട്ടിംഗ് ഓൺലി. അപ്പം ഈ നോട്ട് വായിച്ചപ്പോൾ ഇതാണ്, ദർ വാസ് എ ബ്ലാസ്റ്റ് ആൻഡ് സീരിയസ്ലി ഇഞ്ചേർഡ് എന്ന് പറഞ്ഞിട്ട് രാജീവ് ഗാന്ധി. അപ്പം ഞാനിത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ കൊടുത്തു. അദ്ദേഹം എടുത്ത് വായിച്ചു. ആൻഡ് 1 മിനിറ്റിനുള്ളിൽ പുള്ളി സ്പീച്ച് വൈൻഡപ്പ് ചെയ്തു. പെട്ടെന്ന് എല്ലാവരും ഹോട്ടലിൽ പോയിട്ട് അപ്പം അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഭയം ഉണ്ടായിരുന്നു. കാരണം അറ്റ്മോസ്ഫിയർ വാസ് ബിക്കമിങ് വെരി വയലൻറ്റ്. കോൺഗ്രസ് ആൾക്കാർ ഡെമോൺസ്ട്രേഷനും ഈ ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ പുറകിൽ ഇവർ വന്നിട്ട് ഭയങ്കര മുദ്രാവാക്യം വിളിയും കാര്യങ്ങളൊക്കെ. അഡ്വാനി അവിടെ ഉണ്ടെന്നറിയാം. ദേവിലാൽ വാസ് ദെയർ. ഇലക്ഷൻ കമ്പനിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അഡ്വാനിജിയുടെ കംപ്ലീറ്റ് ഫാമിലി വാസ് ദെയർ. പിന്നെ ഞങ്ങളെ കമ്പനി ചെയ്ത് കുറേ ജേർണലിസ്റ്റ് ഞങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസ്സുകാർ വന്നിട്ട് താഴെ നിന്നിട്ട് ഭയങ്കര മുദ്രാവാക്യം വിളിയായിരുന്നു അഡ്വാനിയെ. കാരണം അറ്റാക്ക് വാസ്തവത്തിൽ പറയാറുണ്ടാണ് ചെയ്തത്. ബട്ട് ദേ വാണ്ടഡ് ടു ടേൺ ഇറ്റ് ഇൻ ടു കൈൻഡ് ഓഫ് ആൻറ്റി ബി ജെ പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വയലൻ്റായിട്ടുള്ള ഡെമോൺസ്ട്രേഷനും ഭയങ്കര ഇതും. അപ്പം ഇറ്റ് വാസ് ബിക്കമിങ് വയലൻറ്റ്. അൺഫോർച്ചുനേറ്റ്ലി ദേവലാലിൻ്റെ ഒഫീഷ്യൽ ചാർട്ടേഡ് എയർക്രാഫ്റ്റിലാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഡൽഹി തിരിച്ചു വരുന്നത്. കാരണം എല്ലാ എയർക്രാഫ്റ്റും ക്യാൻസലായിരുന്നു. എല്ലാ എയർപോർട്ടും ഇതായിരുന്നു, ബ്ലോക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളി അവിടെ ബൈ ചാൻസ് ഉണ്ടായിരുന്നു. സോ വി ഓൾ കെയിം ഇൻ ദാറ്റ് ഫ്ലൈറ്റ്. ഒന്നും ദേവിലാലൊക്കെ ഇങ്ങനെ തന്നെ പ്രൈവറ്റ് എയർക്രാഫ്റ്റിലാണ് നടപ്പ്. അന്ന് പ്രൈവറ്റ് എയർക്രാഫ്റ്റായിരുന്നു. പുള്ളി ഉപപ്രധാനമന്ത്രി. പ്രൈവറ്റ് അല്ല, ഒഫീഷ്യൽ എയർക്രാഫ്റ്റ്. ഈ സമയത്താണ് എൻ്റെ മാരേജ് നടക്കുന്നത്. വീക്കിലുള്ളപ്പോഴാണ് കല്യാണം നടക്കുന്നത്. അപ്പം അതിനുശേഷം കുറേ സമയം അവിടെ. അപ്പോൾ ആ സമയത്ത് പിന്നെ കെ ഗോപാലകൃഷ്ണനെ വീക്ക് വിട്ടു, മനോരമയും വിട്ടു. ദർ വാസ് സം ക്രൈസിസ് ആക്ച്വലി. അപ്പം ആ അങ്ങനെ മനോരമയ്ക്ക് ക്രൈസിസ് ഇല്ലായിരുന്നു. ബട്ട് ഗോപാലകൃഷ്ണൻ ലെഫ്റ്റ് ദ വീക്ക് ആൻഡ് മനോരമ ഓൾസോ. അവരുടെ ഇൻറ്റേർണലായിട്ട് പോയി. അത് അതിന് ശേഷം. കാരണം മനോരമയൊക്കെ ഒരു ട്രഡീഷനുണ്ട്. മനോരമ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ഓൺലി റിട്ടയർ ഇൻ മനോരമ. ദാറ്റ് യൂസ് ടു ബി ദ. സോ ഇത് പെർഹാപ്സ് വൺ ഓഫ് ദ റെയറസ്റ്റ് ഒക്കേഷൻ വെൻ somebody left and that too in a senior position. അങ്ങനെ ഗോപാലകൃഷ്ണൻജി അത് വിട്ടു. പിന്നെ ആ സമയത്ത് അപ്പം മാമൻ മാത്യു സാർ എന്നെ അന്ന് വിളിച്ചിട്ട് പറഞ്ഞ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. ഹി സെഡ് വാട്ട് എവർ ഇറ്റ് ഈസ് ദെയർ യു ഷുഡ് കണ്ടിന്യൂ ദെയർ, യു ഷുഡ് ബി ദെയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനങ്ങനെ അന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു.
പക്ഷേ അതിനുശേഷം ഐ ഗോട്ട് എ ഗുഡ് ഓഫർ ഫ്രം ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പോൾ അവർ പറഞ്ഞു യു കം ആൻഡ് വിൽ ഡബിൾ യുവർ സാലറി. ആൻഡ് അന്ന് ഒരു ബൽബീർ പുഞ്ച് എന്ന് പറഞ്ഞിട്ട് ഫൈനാൻഷ്യൽ എക്സ്പ്രസിൻ്റെ ബ്യൂറോ ചീഫ്, ഹി വാസ് വെരി ഫോണ്ട് ഓഫ് മീ. സോ ഹി സെഡ് ഐ വാണ്ട് സംബഡി ഹൂ ക്യാൻ അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. കാരണം അവിടെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു, പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഹി വാണ്ടഡ് സംബഡി ഇൻ എക്സ്പ്രസ്. അവിടെ ഒരു സ്ട്രൈക്കൊക്കെ നടന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചില ആൾക്കാരെ സാക്ക് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്ത അവസാനം ഞാൻ മനോരമയുടെ കൺസെൻറ്റോട് കൂടിയിട്ട് ഐ ലെഫ്റ്റ് ആൻഡ് ജോയിൻഡ് എക്സ്പ്രസ് ഗ്രൂപ്പ്. അപ്പോഴത്തേക്ക് നല്ല ശമ്പളം പിന്നെയും കൂടി. ശമ്പളം കൂടി ഓഫ് കോഴ്സ്. ദാറ്റ് വാസ് എ കൺസിഡറേഷൻ. കാരണം എനിക്ക് ഫാമിലി ഉണ്ടായിരുന്നു. മംഗള വാസ് വർക്കിംഗ് ഇൻ UNI. അപ്പം UNA-ലായിരുന്നു മംഗള. ജേർണലിസ്റ്റ് ആയിരുന്നു. ഷി വാസ് ജേർണലിസ്റ്റ് ടു ബിഗിൻ വിത്ത്. അപ്പം അന്നങ്ങനെ ഞാൻ ഇതിൽ വിട്ടു. ഫൈനാൻസ് മറ്റേ ഇന്ത്യൻ എക്സ്പ്രസ് എത്ര കാലം വർക്ക് ചെയ്തു? ഇന്ത്യൻ എക്സ്പ്രസ്സിൽ മോഡിജിയുടെ അഡ്വൈസറാകുന്ന കാലം വരെ ഐ കണ്ടിന്യൂ. എത്ര ഏകദേശം? സോറി, മോഡിജിയുടെ അല്ല, സോറി, ജോഷിജിയുടെ. എത്ര കാലം? 98 വരെ അവിടെ തുടർന്നു. തുടർന്നു. പിന്നെ എങ്ങനെയാണ് അവിടെ നിന്ന് വിട്ട് അങ്ങോട്ട് പോകാൻ കാര്യം? എവിടുന്ന്? ഈ ഇന്ത്യൻ എക്സ്പ്രസ് വിട്ട്? ഇന്ത്യൻ എക്സ്പ്രസ് വിട്ടിട്ട് ഞാൻ ജോഷിജിയുടെ. അതെങ്ങനെ ശരിയാ? ജോഷിജിയുടെ അഡ്വൈസറായി വന്നത് എങ്ങനെയാണത്? ഓൾ ദീസ് പീപ്പിൾ യൂസ് ടു നോ മീ. ഞങ്ങൾ റെഗുലറായിട്ട് ടച്ച് ഉണ്ടായിരുന്നു, എല്ലാ വിഷയങ്ങളും ഡിസ്കസ് ചെയ്യുമായിരുന്നു. പിന്നെ ജോഷിജി അഡ്വാൻസിക്ക് ശേഷം BJPയുടെ അധ്യക്ഷനായത് ജോഷിജിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ദർ വാസ് സം ഡിസ്കഷൻ വിത്തിൻ ദ BJP വെദർ വി ഷുഡ് കണ്ടിന്യൂ വിത്ത് ദ രാം ജന്മഭൂമി മൂവ്മെൻറ്റ് ഓർ വി ഷുഡ് ഡ്രോപ്പ് ഇറ്റ്. ഇലക്ഷൻ്റെ സമയത്ത് പല ഘട്ടത്തിലായിട്ട് ഉള്ള ചർച്ചകളുണ്ടായിരുന്നു. അപ്പം ദർ വർ മെനി പീപ്പിൾ വിത്തിൻ ദി BJP ആൻഡ് വിത്തിൻ ദി ഓർഗനൈസേഷൻ who thought that politics is not a part of religion. Religion should be separate and politics should be separate. അപ്പം ഇതിനകത്ത് ഈവൻ പരമേശ്വരജി ഫോർ എക്സാമ്പിൾ ഈ പിന്നെ സന്യാസിമാരൊക്കെ MP ആകുന്നതിനൊക്കെ എതിരായിരുന്നു. എന്നോട് തന്നെ ഒരിക്കൽ പറഞ്ഞു പരമേശ്വരജി, ഈ സന്യാസിമാരൊക്കെ MP ആയ പിന്നെ സന്യാസിമാർ പിന്നെ മതത്തിൻ്റെ കാര്യം എപ്പം ചെയ്യുമെന്ന് പറഞ്ഞു. ആ തരത്തിൽ സോ ദർ വാസ് എ വെരി പ്രോഗ്രസീവ് തിങ്കിങ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. അപ്പം പലർക്കും തോന്നി വി ഷുഡ് നോട്ട് ഗോ ടു ഫാർ വിത്ത് ദിസ് മൂവ്മെൻറ്റ് എന്ന് തോന്നിയിരുന്നു. പക്ഷേ ജോഷിജി വന്ന സമയത്ത് ജോഷിജി ഓൾസോ വാസ് പാർട്ട് ഓഫ് ദിസ് തിങ്കിങ്. അപ്പോൾ ജോഷിജിക്ക് തോന്നി എന്താ ചെയ്യേണ്ടത്? ദ ഫ്യൂച്ചർ ഓഫ് ദ BJP വാസ് ഡിപ്പെൻഡൻ്റ് ഓൺ രാം ജന്മഭൂമി മൂവ്മെൻറ്റ്. അപ്പോൾ അഡ്വാൻറ്റേജ് ഇതൊക്കെ ഇത് കുറച്ച് ഡൈ ഡൗൺ ചെയ്തോട്ടെന്നുള്ള വിചാരം. കാരണം വി ആർ നോട്ട് റീച്ചിങ് എനിവെയർ. സമരം നടക്കുന്നുണ്ടായിരുന്നു, വയലൻസ് ഉണ്ടാകുന്നുണ്ട്, ബട്ട് ദർ വാസ് നോ ഹോപ്പ് ദാറ്റ് ദ ടെമ്പിൾ ഈസ് ഗോയിങ് ടു കം അപ്പ്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ കുറേ പേർ ഇങ്ങനെ ഇരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് ഐ വാസ് ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഒരു ഭാനുപ്രതാപ് ശുക്ല ഉണ്ടായിരുന്നു, അന്ന് പാഞ്ചാനിയുടെ എഡിറ്ററായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ജോഷിജി ഷുഡ് ടേക്ക് അപ്പ് എ യാത്ര, എ സെക്കൻഡ് യാത്ര. ആൻഡ് BJP പ്രസിഡന്റാണ് അന്ന് ജോഷിജി പ്രസിഡന്റാണ്. ഒരു സെക്കൻഡ് യാത്ര എന്നുള്ള നിലയ്ക്ക് വി ഷുഡ് ടേക്ക് ഇറ്റ് അപ്പ് ആൻഡ് റിവൈവ് ദ മൂവ്മെൻറ്റ്. കാരണം അഡ്വാൻറ്റേജ് സ്റ്റാർട്ടഡ് ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി പോപ്പുലർ ആൻഡ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് ഇലക്ട്രലി ഓൾസോ പവർഫുൾ. സോ ഹീ ഷുഡ് അഗെയിൻ ടേക്ക് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഐഡിയ വന്നു. അപ്പം ജോഷി ഓൾസോ ലൈക്ക് ദി ഐഡിയ. ഇതപ്പം പാർട്ടിയുടെ സെൻട്രൽ ലീഡർഷിപ്പിൽ ഡിസ്കസ് ചെയ്തപ്പോഴേ എല്ലാവരും കൂടെ തീരുമാനിച്ചു ഒരു യാത്ര വേണ്ട, 4 യാത്ര എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ദർ ആർ 4 യാത്രാസ്. ജോഷിജി ഒറ്റയ്ക്കല്ലാതെ രാജ്മാതാ വിജയരാജ സിന്ധ്യ, സിക്കന്ദർ ഭക്ത് ആൻഡ് അഡ്വാനിജി 4 യാത്ര രാജ്യത്തിൻ്റെ 4 ഭാഗത്തു നിന്നായിട്ട് കരസേവയിലേക്ക് ലീഡ് ചെയ്യുക എന്നുള്ള നിലയ്ക്ക് തുടങ്ങി. ആൻഡ് ദിസ് വാസ് ദ യാത്ര ദാറ്റ് എൻഡഡ് ഇൻ ദി ഡിമോളിഷൻ ഓഫ് ദി December 6. അതെ, ഈ 4 യാത്രയും കൂടെ. ഈ ഡിമോളിഷൻ പ്ലാൻഡ് ആയിരുന്നു? അങ്ങനെ പ്ലാൻഡ് അല്ല, ഇറ്റ് വാസ് നോട്ട് പ്ലാൻഡ്. It was not planned and actually there was no conspiracy in that. I know it for sure because I was there at the time. It was a mass movement and ഈ 4 യാത്ര ഒരുമിച്ച് ഒരു സമയത്ത് വന്നു ചെന്നു. അതെ, അവിടെ ചെന്നു. ഒരുപാട് ആളുകളായി, ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ തടിച്ചുകൂടി. അതിൽ മാക്സിമം ആൾക്കാരെന്ന് പറഞ്ഞാൽ ആന്ധ്ര, തമിഴ്നാടിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ്. ആന്ധ്രയിലെയും മഹാരാഷ്ട്രയിലും വന്ന ആൾക്കാരാണ് മാക്സിമം ഈ ഡിമോളിഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആന്ധ്രയിൽ നിന്ന് വന്ന BJP ഒന്നും ഇല്ല. പക്ഷേ ഇൻ ദ നെയിം ഓഫ് രാം യുനോ അതങ്ങ് ഭയങ്കര ഒരു ഇതായിട്ട് പോയി. അപ്പോൾ അവിടുത്തെ അന്നത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അതായിരുന്നു. അപ്പം അഡ്വാൻറ്റേജ് വളരെ സിൻസിയറായിട്ട് തന്നെ അദ്ദേഹം സ്റ്റേജിൽ നിന്ന് പറഞ്ഞു യു കം ഡൗൺ ഡോണ്ട് ബ്രിങ് ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹം അപ്പീൽ ചെയ്തു. ആ സമയത്ത് അങ്ങോട്ട് ഉണ്ടോ? ഞാനുണ്ട് അവിടെ. ഈ തകർക്കുമ്പോൾ? അതെ, തകർക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾ അപ്രതീക്ഷിത ഷോക്കായിരുന്നു? ഇറ്റ് വാസ് എ ഷോക്ക്. ബട്ട് സം പീപ്പിൾ വർ ഇൻ ഫേവർ, സം പീപ്പിൾ വർ അഗൻസ്റ്റ്.
ബട്ട് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ വാണ്ടഡ് ഇറ്റ് ടു ബി ബ്രോഡ് ഡൗൺ. പീപ്പിൾ, നോർമൽ പീപ്പിൾ, ലീഡർഷിപ്പിന് താല്പര്യം കുറവായിരുന്നു. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഈവൻ ഐ തോട്ട് ഇറ്റ് ഷുഡ് കം ഡൗൺ. ദാറ്റ് വാസ് ദി അറ്റ്മോസ്ഫിയർ അറ്റ് ദ ടൈം. യെസ്, കാരണം വെച്ചാൽ അന്നത്തെ അറ്റ്മോസ്ഫിയർ, കാരണം അതിന് മുമ്പായിട്ട് ഐ യൂസ് ടു റൈറ്റ് എ കോളം ഇൻ ഫൈനാൻഷ്യൽ എക്സ്പ്രസ്, പൊളിറ്റിക്കൽ കോളം. അല്ല, ഈ സമയത്ത് അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു? അദ്വാനിജിയുടെ ജോഷിജിയുടെ PS ഇല്ല, ഐ വാസ് സ്റ്റിൽ ഇൻ എക്സ്പ്രസ്സിലാണ്. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ അറ്റ്മോസ്ഫിയറിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഞാൻ വീക്കെൻഡിൽ ഒരു കോളം എഴുതും, സൺഡേയിൽ വരുന്ന കോളം. എവിടെ എഴുതും? പിന്നെ ഫൈനാൻഷ്യൽ എക്സ്പ്രസ്സിൽ. ഈ കോളം ഞാൻ എഴുതിയിട്ടാണ് ഞാൻ അയോധ്യയിലേക്ക് പോകുന്നത്. ഈ കോളത്തിൽ ഞാൻ എഴുതിയിരുന്നു ദ ബാബറി മസ്ജിദ് വിൽ കം ഡൗൺ. ഇറ്റ് ഹാഡ് നോട്ട് ഹാപ്പൻഡ്. ഇറ്റ് വാസ് ഗോയിങ് ടു ബി പബ്ലിഷ്ഡ് ഓൺലി ഓൺ സൺഡേ, ആൻഡ് സൺഡേ വാസ് ദ ഡേ വെൻ ദിസ് ഹാപ്പൻഡ് ഓൾസോ. ബട്ട് ദ അറ്റ്മോസ്ഫിയർ വാസ് സച്ച്, ഐ വാസ് ഷുവർ ഇറ്റ് ഈസ് ഗോയിങ് ടു കം ഡൗൺ. കാരണം ഇറ്റ് വാസ് നോട്ട് കോൺസ്പിറസി, കാരണം ദാറ്റ് വാസ് ദ കൈൻഡ് ഓഫ് സർചാർജ് അറ്റ്മോസ്ഫിയർ. ആ സമയത്തെ അറ്റ്മോസ്ഫിയർ, ആ സമയത്ത് ഇത് എങ്ങനെ പൊളിക്കാനൊക്കെ ഇവരുടെ ആയുധം ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബാരിക്കേഡ്സിലുണ്ടായിരുന്ന അയൺ റോഡ്സ്, അവിടെ കിടന്ന സാധനങ്ങളെ, അവിടെ പിന്നെ ബിൽഡിങ് മെറ്റീരിയൽ, അതൊക്കെ എടുത്തിട്ട് കുത്തി 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 പൊളിക്കായിരുന്നു. എത്ര നേരം കൊണ്ട് ഇത് വീണു? ഒരു മേ ബി 1.5 hours. അത്ര കൊണ്ട് വീണു? അത്രേ ഉള്ളൂ. പക്ഷേ അല്ലേ, കുത്തി പൊളിച്ചതാണ്, അല്ലാതെ ആർക്കും ആക്സിഡന്റ് ഒന്നും പറ്റിയില്ലല്ലോ. ഇല്ല, 2 പേർക്ക് ചെറിയ ആക്സിഡന്റ് ഒക്കെ അത്രേ ഉള്ളൂ. പക്ഷേ തടയാനൊന്നും ഒരു ശ്രമം ഉണ്ടായില്ല, തടയാനൊരു ശ്രമം നടന്നില്ല. തടയാനൊരു ശ്രമം UP പോലീസ് അനങ്ങിയില്ല. UP പോലീസ് അനങ്ങിയില്ല. ദർ വാസ് നോ മിലിറ്ററി ദെയർ, നോ ഫയറിംഗ് ദെയർ. നരസിംഹറാവു വാസ് ദ ചീഫ് പ്രൈം മിനിസ്റ്റർ. തകരുന്ന രാവും വിചാരിച്ചു കാണും? അതെനിക്കറിയില്ല. ബട്ട് അതിനെക്കുറിച്ച് 2 കഥയുണ്ട്. കല്യാൺ സിംഗ് തോന്നുന്നു, കല്യാൺ സിംഗ് ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി. അപ്പം അതിനെക്കുറിച്ച് ഒരു കഥ പറയുന്നത്, കരസേവ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ നരസിംഹറാവു വെൻ ആൻഡ് സ്ലെപ്റ്റ് എന്നാണ് പറയുന്നത്. പുള്ളി ഉറങ്ങിയെന്ന് പറഞ്ഞൊരു കഥയുണ്ട്. വേറെ കഥ പറയുന്നത്, ലോട്ട് ഓഫ് പീപ്പിൾ തോട്ട് ലെറ്റ് ഇറ്റ് കം ഡൗൺ. അത് ഒരു തവണ ഇത് താഴെ വീണ് കഴിഞ്ഞാൽ ഈ ശല്യ വഴി എന്നുള്ള നിലയ്ക്കുള്ള ഒരുപാട് ആൾക്കാർക്കൊരു, കാരണം ഈ സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് പ്രശ്നം. അപ്പം കാരണം ഈ ബാബറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ദാറ്റ് വാസ് ദ ഇറിറ്റൻറ്റ്. ഈ ഇറിറ്റൻ്റായിട്ടുള്ള ഒരു സാധനം അവിടെ ഇല്ലെന്ന് വരികിൽ തിങ്സ് വിൽ കാം ഡൗൺ, ആൾക്കാരുടെ വെറുപ്പ് തീരും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പം ദാറ്റ് വാസ് വൺ റീസൺ. അപ്പം ലോട്ട് ഓഫ് പീപ്പിൾ വാണ്ടഡ് ദാറ്റ് ഈ സ്ട്രക്ചർ ഹാഡ് ബിക്കം ആൻ ഇറിറ്റൻറ്റ്, കാരണം ഇറ്റ് വാസ് ദ സിംബൽ ഓഫ് ബാബർ. അപ്പോൾ ഈ 92, അപ്പം അങ്ങ് ആ സമയത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ്? അതെ, 92 December 6. ഓക്കെ, ദാറ്റ് വാസ് ദ ടൈം. അത് കഴിഞ്ഞിട്ടോ പിന്നെ എന്നാ സംഭവിക്കുന്നത്? പിന്നെ ഇതിനെ എങ്ങനെ, ഇത് കഴിഞ്ഞിട്ടുള്ള വിലയിരുത്തൽ എങ്ങനെയായിരുന്നു? ഇത് ഗുണകരമായി എന്ന വിലയിരുത്തലേക്ക് BJP മാറിയോ? അതിലെ മെജോറിറ്റി ആൾക്കാരുടെ വിലയിരുത്തലെന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഗുഡ് തിങ് ടു ഹാപ്പൻ. അതിനെക്കുറിച്ച് RSSനകത്താണെങ്കിലും BJPക്കകത്താണെങ്കിലും ദർ വാസ് 2 opinions. അഡ്വാനിജി സെഡ് ദിസ് വാസ് ദ സാഡസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു. പാർലമെൻറ്റിലും അദ്ദേഹം വന്ന് പറഞ്ഞു. അഡ്വാനിജി പറഞ്ഞ് അത്രയും തീവ്രമായിട്ട് അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ആരും പ്രതികരിച്ചിട്ടില്ല. ഈവൻ വാജ്പേയി വാസ് മോർ നുവാൻസ്ഡ്. വാജ്പേയി പറഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനെക്കുറിച്ച് പുള്ളിയുടെ ഒരു സ്റ്റൈലുണ്ട്. സോ ഹി വാസ് പൊയറ്റിക്കലി ഹി സെഡ് ഇറ്റ് വാസ് ബൗണ്ട് ടു ഹാപ്പൻ ബിക്കോസ് ദാറ്റ് വാസ് ദ സർചാർജ് അറ്റ്മോസ്ഫിയർ. പക്ഷേ അഡ്വാനിജി ഇൻ ക്ലിയർ ടേംസ് പാർലമെൻറ്റിൽ അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഇതായിരുന്നു, ദാറ്റ് ദിസ് ദ സാഡസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്, ഐ നെവർ വാണ്ടഡ് ഇറ്റ് ടു കം ഡൗൺ. ദാറ്റ് വാസ് സിൻസിയർലി ഹി സെഡ് ഇറ്റ്. പക്ഷേ മെജോറിറ്റി RSS ലീഡർഷിപ്പാണെങ്കിലും മെജോറിറ്റി BJP ലീഡർഷിപ്പാണെങ്കിലും, ഇൻക്ലൂഡിങ് ജോഷിജി, രാജ്മാത, സികന്ദർ ഭക്ത്, തന്നെ ഉമാഭാരതി, ദേ ഓൾ വാണ്ടഡ് ഇറ്റ് കം ഡൗൺ. അപ്പം അന്നത്തെ UPയിലൊക്കെ ഉള്ള സമയത്തെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് വൺ ഓഫ് പ്രൈഡ്. ഹിന്ദുസ് ഫെൽറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് വി ഹാവ് അവെഞ്ച്ഡ് എ ബിഗ് ഹ്യൂമിലിയേഷൻ. ദാറ്റ് ഇസ് സെൻറ്റിമെൻറ്റ്. അപ്പം സംഭവം മാത്രമല്ല, ഇൻ ഹിന്ദിയിൽ ആൾക്കാർ പറയുമായിരുന്നു ഛാത്തി ഊഞ്ചാവുക, ഛാത്തി ഊഞ്ചാവുക, ഇങ്ങനെ നെഞ്ചത്തടിച്ചിട്ട് നെഞ്ച് വിരിച്ചിനി നടക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് വാസ് ദ ജനറൽ അറ്റ്മോസ്ഫിയർ. പിന്നെ അങ്ങനെ പിന്നീട് ക്ഷേത്രം ഉണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു ഇതിന് ശേഷം? ഇല്ല, ആ ഉറപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് പൊളിച്ചു എന്നുള്ള ആ ഒരു ഇമോഷണൽ അപ്പീലുണ്ടല്ലോ, ദാറ്റ് വാസ് ഗ്രേറ്റ്. ആൻഡ് ദാറ്റ് വാസ് ദ സെൻറ്റിമെൻറ്റ് അക്രോസ് ദ കൺട്രി. ആൻഡ് പീപ്പിൾ ഹു തോട്ട് ഇറ്റ് വാസ് എ സാഡ് ഡേ, ദേ വർ ഇൻ എ ഹ്യൂജ് മൈനോറിറ്റി. കാരണം ആ സമയത്ത് അതിന് ശേഷം ഇവരെ എല്ലാവരും ജയിലിലിട്ടു. അപ്പം മാതാത്തില്ലെന്ന് പറഞ്ഞിട്ടൊരു ജയിലിലായിരുന്നു ഇവരെ എല്ലാവരെയും പാർപ്പിച്ചത്. ആ സമയത്ത് ഞാൻ ഇവരെ എല്ലാവരെയും പോയി ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അഡ്വാനിജി വാസ് സാഡ് ദാറ്റ് ഡേ ഓൾസോ. അപ്പം അഡ്വാനിജിക്ക് അറിയാമായിരുന്നു ഐ വാസ് സപ്പോർട്ടിങ് ദിസ്, വാട്ട് ഹാപ്പൻഡ് വാസ് ഗുഡ് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അഡ്വാനിജി എന്നോട് പറഞ്ഞു, ബാലശങ്കർ യു ആർ ബിക്കമിങ് മിലിറ്റൻറ്റ്, ഡോണ്ട് ബിക്കം ലൈക്ക് ദിസ് എന്നറിഞ്ഞ് കുറേ നേരമായിട്ട് വർത്തമാനം പറഞ്ഞു. അപ്പം അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ
പിന്നെ സംബന്ധി എന്ന് പറയും ഹിന്ദിയിൽ, അതായത് അദ്ദേഹത്തിൻ്റെ മോൻ്റെ ഭാര്യയുടെ അച്ഛന് പ്രാൺ സബർവാൾ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഇത്തവണ പത്മശ്രീ കൊടുത്തിട്ടുണ്ട്. ഈ പ്രാൺ സബർവാൾ ഒരു സീനിയർ ജേർണലിസ്റ്റ് ആയിരുന്നു, ബ്ലിറ്റ്സിലുണ്ടായിരുന്നു. അപ്പം ഗൗരി സബർവാളിൻ്റെ അച്ഛന്. ഐ വാസ് സിറ്റിംഗ് ഇൻ ദ മാതത്തില ദിസ് റൂം, അഡ്വാനിജിയുടെ അടുത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് ചേടിക്കറി വന്നു. അഡ്വാനിജി, വാട്ട് എ ഷെയിം, വാട്ട് എ ഷെയിം, ഐ കൻ നോട്ട് ഫേസ് പീപ്പിൾ, വാട്ട് എ ഷെയിം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവിടെ ബഹളം ഉണ്ടാക്കി. സോ അഡ്വാനിജി ഓൾസോ ഫെൽറ്റ് സാറ്റിസ്ഫൈഡ്. കാരണം അഡ്വാനിജി said, I am sorry, what I can do. I tried my best, but I could not stop it. So that was Advaniji's reaction. But അതേ സമയത്ത് I interviewed Vinay Kattiar, Ashok Singhal was there, I interviewed him, Joshiji was there, Uma Bharati was there. They were all in the same place. And they were all very happy. പക്ഷേ എല്ലാവരോടും ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചു, was there a conspiracy? അശോക് ജിയോട് ഞാൻ പ്രത്യേകം ചോദിച്ചു, ഇതിനകത്ത് എന്തെങ്കിലും ഒരു. So he said, there was no conspiracy, nobody thought about it. എന്നിട്ട് ഇപ്പോൾ ഇതിന് ശേഷം നിരവധി ഇത്രയും കാലത്തിന് ശേഷം 30 വർഷം കഴിഞ്ഞ് ഈ ക്ഷേത്രം അവിടെ ഉണ്ടാവുമ്പോൾ അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഈ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ എന്ത്, വാട്ട് യു ഫീൽ? This was bound to happen. See, this was bound to happen because this can happen only in India. That this is a culture. Now, you might be knowing, Toynbee had studied all civilizations in the world. And he said, the only living civilization is the Indian civilization. And there is a reason for this. Karanam, this is very important for the existence of humanity. This Hindu culture, this sentiment that Hindus have, that we never think in terms of religion. We never think in terms of, separate God, one book. That we never think. So because of that, there is this feeling that if secularism has to exist in the world, if tolerance has to exist. മലയാളം അപ്പോൾ അതായത് നമ്മൾ ഈ രാജ്യത്ത് ജനാധിപത്യമോ സോഷ്യലിസമോ മതേതരത്വമോ എന്തെങ്കിലും നിലനിൽക്കണമെന്ന് വരില്ല, ഈ കൾച്ചർ അത്യാവശ്യമാണ്. ഈ കൾച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നിലനിൽക്കത്തുള്ളൂ. ആ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഫിലോസഫേഴ്സിനുണ്ട്. ഈവൻ ഹിസ്റ്റോറിയൻസ്, ഞാനതാണ് പറഞ്ഞ ആർണോൾഡ് ടോയിൻബിയുടെ കഥ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ വിൽഡുറന്നിൻ്റെ സ്റ്റോറിയുണ്ട്. അദ്ദേഹം ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷൻസ് എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ഹി ഓൾസോ ഹാസ് റിട്ടൺ, സി ദിസ് ഹിന്ദു സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് റിലീജിയൻ. നമ്മൾ ഒരിക്കലും ഹിന്ദുക്കളെ ഒരു റിലീജിയൻ എന്നുള്ളത് കണ്ടിട്ടേ ഇല്ല. ദർ ഇസ് നോ റിലീജിയൻ. ഹിന്ദു എന്നുള്ള ഒരു പേരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റിലീജിയൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വിദേശികളാണ്. ദേ കെയിം ടു ഇന്ത്യ, ദേ ഫൗണ്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ഈ പെരുമാറ്റവും രീതികളും കൾച്ചറും കണ്ടിട്ട് അവർക്ക് വളരെ അത്ഭുതം തോന്നി. അപ്പോൾ അവർ നോക്കിയപ്പോൾ അവർക്ക് ഈ ഗ്രീക്ക് ഭാഷയിലാണെങ്കിൽ ഇവരുടെ എല്ലാ ഭാഷയിലും ഈ എസ് എന്നുള്ള വാക്കില്ല, സയുടെ ഭാഗത്ത് ഹാ ചേർത്തു. നമ്മുടെ ഗംഗാ സമതലത്തിലോ അല്ലെങ്കിൽ സിന്ധു സമതലത്തിലോ ജീവിക്കുന്ന എല്ലാ ആൾക്കാരും ഹിന്ദുക്കളെന്നുള്ള നിലയ്ക്കാണ് വിദേശികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വിദേശികൾ ആര് വന്നെങ്കിലും അവരിവിടെ ഉള്ള എല്ലാ ആൾക്കാരും ഹിന്ദുക്കളെന്നാണ്. ഈവൻ നമ്മുടെ ഇവിടുത്തെ മുസ്ലിംസ് അറേബ്യയിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അവരെ പോലും വിളിക്കുന്ന ഹിന്ദു എന്നാണ് പറയുന്നത്. സോ ആ ഒരു കൾച്ചറുണ്ട്. ഈ അപ്പോൾ ഇതൊരു നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇത് ചരിത്രത്തിൻ്റെ ആവശ്യമായിരുന്നു, ചരിത്രത്തിൻ്റെ ആവശ്യമായിരുന്നു പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വാസ് എ സിവിലൈസേഷൻ അബ്രപ്റ്റ്ലി ബ്രോഡ് ഡൗൺ. ദാറ്റ് വാസ് ഹാപ്പൻ. അതായത് അത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം ഇൻവേഷൻ നടന്ന സമയത്ത് മുസ്ലിംസ് ഇവിടെ വന്നിട്ട് അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് കൾച്ചർ ഇല്ലാതാക്കി, ഫോഴ്സ് കൺവേർഷൻ നടത്തി, എല്ലാ ടെമ്പിൾസും ഡിസ്ട്രോയ് ചെയ്തു. അതിനെക്കുറിച്ച് ഒത്തിരി ഡോക്യുമെൻ്റ് ആണ്. പക്ഷേ ഇവർ പറഞ്ഞ അങ്ങനെ മുഗളന്മാർ ഇത്രയും ഇവിടെ ഭരിച്ചിട്ട് ഇവിടെ ഹിന്ദു ഭൂരിപക്ഷമാണല്ലോ നിലനിൽക്കുന്നത്. അതാണ് അതിൻ്റെ തമാശ എന്ന് പറയുന്നത്. അതായത് ഹിന്ദു റിലിജിയൻ്റെ ഒരു പ്രത്യേകതയാണത്. കാരണം മുസ്ലിംസ് പോയ എല്ലാ രാജ്യങ്ങളിലും വേറെ റിലിജിയൻ ഉണ്ടായിരുന്നു. അവിടെ എല്ലായിടത്തും തന്നെ അവർ കംപ്ലീറ്റ് 100%. അല്ല, മുഗളന്മാരുടെ മെച്ചമാണെന്നാണല്ലോ ഒരു വിലയിരുത്തൽ. മുഗളന്മാർ കൺവേർഷൻ നടത്താത്തത് കൊണ്ടാണ്. അല്ല, ഏതെങ്കിലും ഒരു പോയിന്റിൽ ദേ ഹാവ് ടു കം ഡൗൺ. നോ. സോ ഹിയർ ഈസ്, അതാണ് ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഈ പുസ്തകത്തിനകത്ത് ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്, ആർട്ടിക്കിളിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വില്യം ഫോച്ചമർ എന്ന് പറഞ്ഞിട്ട് ഒരു ജർമ്മൻ ഫിലോസഫറുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ ഒരുപാട് കാലം ഡിപ്ലോമാറ്റായിട്ട് വർക്ക് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടൊരു പുസ്തകമുണ്ട്, ഇന്ത്യാസ് റോഡ് ടു നേഷൻഹുഡ് എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യാസ് റോഡ് ടു നേഷൻഹുഡിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഇസ്ലാമിക ഇൻവേഡേഴ്സ് ഇന്ത്യയിൽ വന്നപ്പോൾ അവർക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ദേ ആർ ഫോർ ദ ഫസ്റ്റ് ടൈം സീയിങ്, അതായത് വളരെ കൾച്ചേർഡായിട്ടുള്ള ഒരു ജനങ്ങളെ, വളരെ ഡീസൻ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, സുപ്പീരിയർ ഇൻ ക്വാളിറ്റി,
ലൈഫ് സ്റ്റൈല് വ്യത്യസ്തം. നല്ല തുണി എടുക്കുന്നു, നല്ല പെർഫ്യൂംസ് ഉപയോഗിക്കുന്നു, നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ മാത്രമല്ല സ്വർണ്ണം ഒരുപാട് ഉപയോഗിക്കുന്നു. അപ്പം ഒരു ദിസ് എ റിച്ച് കൾച്ചർ, വളരെ റിച്ചായിട്ടുള്ള ഒരു ജനങ്ങൾ ഇത് കണ്ടിട്ടുണ്ടല്ലോ. അവർ കാരണം ഈ ഇൻവേഡ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലായി അവർ തോൽപ്പിക്കപ്പെട്ട ആൾക്കാരെ അവരെക്കാട്ടി സുപ്പീരിയർ ആണെന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, ദിസ് ഈസ് വില്യം പോച്ചമർ പറഞ്ഞ പുസ്തകത്തിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടല്ലോ, ദാറ്റ് ബിക്കേം എ റിവോൾട്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു, ഇതിനെയെല്ലാം ധ്വംസിക്കാൻ തീരുമാനിച്ചു. അപ്പം നളന്ദ യൂണിവേഴ്സിറ്റി കത്തിച്ച് നശിപ്പിച്ചു, തക്ഷശില യൂണിവേഴ്സിറ്റി കത്തിച്ചു, കണ്ട ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിച്ചു, അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം തച്ചടച്ചു. അവിടെ എല്ലാം ഇവർ പുതിയ മോസ്ക് ഉണ്ടാക്കി. ഈ മുഗളന്മാർക്ക് മുമ്പേ ഇത് സംഭവിച്ച കാലത്തിൽ അതോ ഈ മുഗൾ എല്ലാ കാലത്തും സംഭവിച്ചു, എല്ലാ മുസ്ലിം ഇൻവേഷൻ, എല്ലാ അധിനിവേശത്തും. അതെ, അതിനെക്കുറിച്ച് വില്യം ഡാർലിമിൻ്റെ പുസ്തകമുണ്ട്, സിറ്റി ഓഫ് ജീൻസ് എന്ന് പറഞ്ഞിട്ട്. സിറ്റി ഓഫ് ജീൻസ് വളരെ ഫേമസ് ആയിട്ട് അടുത്ത കാലത്തെ പുസ്തകമാണ്. ആ പുസ്തകത്തിന് അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ അവിടുത്തെ ആൾക്കാരെ സ്ത്രീകളെ പിടിച്ച് നഗ്നരാക്കിയിട്ട് പരേഡ് ചെയ്തിട്ട് റേപ്പ് ചെയ്തിട്ട് ആ ഒരു വല്ലാത്തൊരു കൾച്ചറാണ്, നമുക്ക് ആലോചിക്കാനൊക്കത്തില്ല. ദാറ്റ് ഈസ് എ ബാർബറിയൻ കൾച്ചർ. എന്നിട്ടും എങ്ങനെയാണ് ഇവിടെ ഹിന്ദു ഭൂരിപക്ഷം നിലനിന്നത്? അതെ, റിസൈലൻസ്. അതായത് നമ്മൾ ഈ 1000 years ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സി, നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയുടെ കഴിഞ്ഞ 1000 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടല്ലോ ഏതെങ്കിലും സ്ഥലത്ത് ദർ വാസ് ഒരു റെസിസ്റ്റൻസ് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. റാണ പ്രതാപൻ ഉണ്ടായിരുന്നു, ഗുരു ഗോവിന്ദ സിംഗ് ഉണ്ടായിരുന്നു, ലോക്കൽ ലെവലിൽ എത്ര റാണി ചിന്നമ്മ, അങ്ങനെ പല ആൾക്കാരുണ്ടായിരുന്നു. ഈവൻ ഛത്രപതി ശിവാജി ഉണ്ടായിരുന്നു. ആ തരത്തിൽ ഓൾവേസ് ദ ഫൈറ്റ് വാസ് ഗോയിങ് ഓൺ അറ്റ് 2 levels. വൺ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മുടെ കൾച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യുക, റിലീജിയൻ പ്രൊട്ടക്റ്റ് ചെയ്യുക, കസ്റ്റംസ് പ്രൊട്ടക്റ്റ് ചെയ്യുക. അനദർ ലെവലിൽ ഫൈറ്റ്, ഗറില്ല ഫൈറ്റിൽ കൂടെ അല്ലെങ്കിൽ മറ്റു രീതിയിലും ഫൈറ്റ് ചെയ്യുക. ബട്ട് ദ ഫൈറ്റ് വാസ് ഗോയിങ് ഓൺ. അപ്പം RSSൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ 1000 years ഓഫ് കണ്ടിന്യൂസ് ഫൈറ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 1925 RSS രൂപീകരിക്കുന്നത്. അതായത് ഇറ്റ് വാസ് ദ കണ്ടിന്യൂഷൻ ഓഫ് ദാറ്റ് കൾച്ചറൽ ഫൈറ്റ്. ആദ്യം കഴിഞ്ഞിട്ടാണോ അങ്ങ്? അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സംഭവിച്ചു, എക്സ്പ്രസ് ഗ്രൂപ്പ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പം പിന്നെ നരസിംഹറാവുവിൻ്റെ സർക്കാർ വന്നു രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം. സോ ഈ സമയത്തൊന്നും അങ്ങേക്ക് സംഘപരിവാറിന് ഒരു ചുമതലയില്ല, ഇവരോട് ബന്ധമുണ്ടോ? ഒരു ചുമതലയില്ല, എനിക്ക് ബന്ധം മാത്രമേ ഉള്ളൂ, ജസ്റ്റ് അക്കാഡമിക്കായിട്ടുള്ള ബന്ധം, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പം അന്നാണെന്ന് വരിലും VP സിംഗിൻ നരസിംഹറാവുവിൻ്റെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ അന്ന് BJP വാസ് ദ മെയിൻ ഒപ്പോസിഷൻ, അഡ്വാനിജി വാസ് ദ ലീഡർ ഓഫ് ഒപ്പോസിഷൻ. ആ സമയത്ത് പിന്നെ BJPക്കകത്ത് തന്നെ ഒരു തിങ്കിങ് ഉണ്ടായിരുന്നു, നെഹ്റു കുടുംബത്തിൻ്റെ ആധിപത്യം ഇടക്കാലത്തേക്കൊന്ന് കുറഞ്ഞു. അപ്പം നരസിംഹറാവു ഇസ് ഫസ്റ്റ് ചേഞ്ച്. അപ്പം നരസിംഹറാവു പ്രൈം മിനിസ്റ്ററായിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളൊരു അഭിപ്രായം അഡ്വാനിജിയെ പോലെയുള്ള പലർക്കും ഉണ്ടായിരുന്നു. ലെറ്റ് ഹിം കണ്ടിന്യൂ ഫോർ 5 years. അങ്ങനെയാണെങ്കിൽ സ്ട്രാറ്റജിക്കായിട്ട് അത് കോൺഗ്രസ്സിലെ ആ നെഹ്റു കുടുംബാധിപത്യം എന്ന് പറയുന്നത് അത് കുറയും. അത് കുറഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി ഒരു നോർമൽ പൊളിറ്റിക്സ് വരും. BJP ഒരു സൈഡിൽ, കോൺഗ്രസ് ഒരു സൈഡിൽ. അപ്പോൾ കോൺഗ്രസിനോട് വാസ്തവത്തിൽ അങ്ങനെ ഒരു വൈരനിരാധന ശത്രുത്വമൊന്നും ഒരിക്കലും ഇല്ലായിരുന്നു. RSSനും ഇല്ല, BJPക്കും ഇല്ല. ദർ സോ മെനി ഒക്കേഷൻസ് ഓഫ് കോപ്പറേഷൻ. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷേ ഈ ഫാമിലി എന്ന് പറയുന്നതുണ്ടല്ലോ, അതിനോട് എപ്പോഴും തന്നെ BJPക്കകത്തും RSSനാണെങ്കിലും ഈ കുടുംബാധിപത്യത്തോടൊരു എതിർപ്പുണ്ട്. അതാണ് മോഡി ആണെങ്കിലും കുടുംബാധിപത്യത്തിന് പുള്ളിയല്ല. ഈവൻ BJPക്കകത്ത് പോലും ഇപ്പം രാജ്നാഥ് സിംഗ് ജി കേന്ദ്രത്തിൽ മന്ത്രിയാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ മന്ത്രി ഇല്ലാത്തത്. പങ്കജ് സിംഗ് MLA, പക്ഷേ അദ്ദേഹത്തിന് മന്ത്രിപദം കിട്ടിയിട്ടില്ല. ഒരു കുടുംബത്തിൽ നിന്ന് 2 പോസ്റ്റിൽ ഒരാൾ വരാൻ പാടില്ല, പൊളിറ്റിക്സ് 2 പേരാകാൻ പാടില്ല, ആ ഒരു നിർബന്ധ ബുദ്ധി. അപ്പം അത് കുടുംബാധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു അപ്രോച്ച്. ഈ സമയത്ത് അങ്ങ് തുടരുന്നു, അവിടുന്ന് നരസിംഹറാവുവിൻ്റെ ഭരണം മുമ്പോട്ട് പോകുന്നു. പിന്നെ നരസിംഹറാവുവിൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നു. BJP പക്ഷേ തുടർച്ചയായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് BJP നമ്പർ 1 പാർട്ടിയായിട്ട് എമർജ് ചെയ്തു. 96 ഇലക്ഷനിൽ 96 ഇലക്ഷനിൽ അങ്ങനെയാണല്ലോ വാജ്പേയി 13 ദിവസത്തെ സർക്കാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ BJP അങ്ങനെ ഒരു തീരുമാനമൊക്കെ ഭൂരിപക്ഷം കിട്ടത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എന്താണ് അന്ന് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്? അത് ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള നിലയ്ക്കാണ്. കാരണം വെച്ചാൽ വാജ്പേയി ഒരു BJPക്കാരൻ പ്രധാനമന്ത്രിയാകും എന്നുള്ളത് തെളിയിക്കുക, ദാറ്റ് ഉള്ളി. കാരണം അന്നത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഒരു BJPക്കാരൻ ഒരു കാലത്തും പ്രധാനമന്ത്രിയാകത്തില്ലെന്നുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു.
ആകെ സമ്മതിക്കത്തില്ലെന്നുള്ള അപ്രോച്ച് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പശ്ചാത്തലത്തിലാണ് വാജ്പേയി 13 ദിവസത്തേക്ക് മെജോറിറ്റി കിട്ടത്തില്ലെന്ന് അറിയാമായിരുന്നു. മെജോറിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ പോലും ദാറ്റ് വാസ് ചാൻസ് ഗിവൺ. ആ ചാൻസ് 13 ദിവസം പ്രധാനമന്ത്രിയായിട്ടിരിക്കുക. അത് ഗുണമായി. അത് ഗുണമായി. കാരണം അദ്ദേഹത്തിൻ്റെ അന്നത്തെ അദ്ദേഹം വാജ്പേയി വലിയ ഒറേറ്ററുമായിരുന്നല്ലോ. അപ്പം അദ്ദേഹം റിസൈൻ ചെയ്തുകൊണ്ട് ചെയ്ത ആ ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ സ്റ്റെറിങ് കോൾ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിപ്പോഴും ആൾക്കാർ കേൾക്കാറുണ്ട് ആ പ്രസംഗം. അപ്പം ഇപ്പം ഞങ്ങൾക്ക് മെജോറിറ്റി ഇല്ല, സോ ഐ എം റിസൈനിങ്, നല്ല മെജോറിറ്റിയോട് ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രസംഗമുണ്ട്. അപ്പം ആ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് അത് BJP ഗുണം ചെയ്തു. ടാക്ടിക്കലി സ്പീക്കിംഗ് അതൊരു നല്ല ഡിസിഷനായിരുന്നു. അത് കഴിഞ്ഞ് വരുന്നു വാജ്പേയി വീണ്ടും വരുന്നു. വാജ്പേയി വീണ്ടും വരുന്നു അടുത്ത ഇലക്ഷനിൽ. അടുത്ത ഇലക്ഷനിൽ വരുമ്പോഴേ പുള്ളിക്ക് മെജോറിറ്റി. അന്ന് ജോഷിജി മന്ത്രിയായി. ജോഷി അന്ന് മന്ത്രിയായി. ആദ്യത്തെ മന്ത്രിസഭയിലും പുള്ളി ഗൃഹമന്ത്രിയായിരുന്നു, അതായത് ഹോം മിനിസ്റ്ററായിരുന്നു. രണ്ടാമത്തേതിൽ പുള്ളി പിന്നെ HR മിനിസ്റ്ററായി. HR മിനിസ്റ്ററായിട്ട്. അപ്പോൾ അദ്ദേഹം HR മിനിസ്റ്ററായിട്ട് വന്ന സമയത്താണ് അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് സഹായിക്കാൻ ഒരാൾ വേണം, വൈ ഡോണ്ട് യു ജോയിൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ ആ ഒരു തീരുമാനം അറിയാമല്ലോ, ഇത് ഈ മന്ത്രിസഭ എത്ര കാലം ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. ഇല്ല, തീരുമാനം ഒരറപ്പുമില്ല. അത് വാസ്തവത്തിൽ റിസ്ക് ആയിരുന്നു. കാരണം ഞാൻ ജോയിൻ ചെയ്തിട്ട് 1.5 വർഷത്തിനുള്ളിൽ ആ സർക്കാർ വീണു. DMK സപ്പോർട്ട് വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്തപ്പോൾ സർക്കാർ വീണു. സർക്കാർ വീണ് കഴിഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ മുറി കൂട്ടി എല്ലാ സാധനങ്ങളും ഐ ഹാഡ് ഈവൻ പാക്ട്. പക്ഷേ കെയർ ടേക്കറായിട്ട് കണ്ടിന്യൂ ഞാൻ പറഞ്ഞു. അപ്പോൾ കെയർ ടേക്കറായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഐ ഓൾസോ കണ്ടിന്യൂഡ് വിത്ത് ജോഷി. അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നു. ഇലക്ഷനിൽ വി റിട്ടയർഡ്. അപ്പം വാസ്തവത്തിൽ എല്ലാം വൈൻഡപ്പ് ചെയ്തായിരുന്നു. വൈൻഡപ്പ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അഗൈൻ ഐ വാസ് പാർട്ട് ഓഫ് അതേ മന്ത്രിസഭ തന്നെ, അതേ വകുപ്പ് തന്നെ തോന്നുന്നു അല്ലേ? അതേ വകുപ്പായിരുന്നു. അപ്പോൾ എന്തായിരുന്നു അങ്ങയുടെ റോള് ജോഷിജിയുടെ കൂടെ? ജോഷിജിയുടെ കൂടെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള പുള്ളിയുടെ സ്പീച്ചൊക്കെ തസ്തിക അഡ്വൈസർ വിത്ത് സെക്രട്ടറി റാങ്ക്. അപ്പം സ്റ്റാഫ് തന്നെയാണ്, ശമ്പളം കൈപ്പറ്റുന്ന സ്റ്റാഫ് തന്നെയാണ്. ശമ്പളം ഞാൻ കൈപ്പറ്റിയിരുന്നില്ല. ഇല്ല. അവിടെയായിരുന്നു ഫുൾ ടൈം വർക്ക്. ഫുൾ ടൈം ജോഷിജിയുടെ കൂടെ. ആ ഓഫീസും ഉണ്ടോ അങ്ങേക്ക് അവിടെ? പക്ഷേ ശമ്പളം ഒന്നും കൈപ്പറ്റില്ല. ജോഷിജിയുടെ കൂടെ ഫുൾ ടൈം വർക്കായിട്ട് ഒരു പിന്നെ അഡ്വൈസർ എന്നുള്ള റോളെന്ന് പറഞ്ഞാൽ ഇക്വലൻ ടു ദ റാങ്ക് ഓഫ് എ സെക്രട്ടറി, അങ്ങനെയുള്ള ഒരു പോസ്റ്റായിരുന്നു. അതിന് ശമ്പളം വേണ്ടെന്ന് വെച്ചാൽ അല്ല, ഇടയ്ക്ക് ഞാൻ പിന്നെ പറ്റാൻ തുടങ്ങി. ആദ്യം ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ശമ്പളം പറ്റാതെ ജോയിൻ ചെയ്തു. അതിനുശേഷം പിന്നെ ജോഷി നിർബന്ധിച്ചു. കാരണം ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് സ്റ്റാഫ് എന്നുള്ള നിലയ്ക്കല്ല, ഇറ്റ്സ് എ പ്രൈവറ്റ് അപ്പോയിൻമെൻറ്റ്. അതിനുശേഷം ക്യാബിനറ്റിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാലേ സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്യാനൊക്കത്തുള്ളൂ. അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ സെക്രട്ടറി എന്നുള്ള ലെവലിൽ ശമ്പളവും കാര്യങ്ങളും എല്ലാമായിട്ടാണ് തന്നത്. അത് എത്ര കാലം അങ്ങനെ തീരുന്നത്? സർക്കാർ തീരുന്നതിൻ്റെ ഒരു 4 മാസം മുമ്പ് ഞാൻ ഓർഗനൈസറിലേക്ക് പോയി. അപ്പം തീരുമാനമായി നമ്മളെ ഓർഗനൈസറിലേക്ക് പോകാൻ. അതിന് 4 മാസം മുമ്പ് പോകാൻ കാര്യം ഇലക്ഷന് പോകുമായിരുന്നു. അപ്പം പിന്നെ ഞാൻ ഓർഗനൈസർ വിടുന്നതെന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. അല്ല, ഓർഗനൈസർ അല്ല, ഇന്ത്യൻ എക്സ്പ്രസ്. സോറി, ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, ജോഷിയുടെ പോസ്റ്റ് വിടുന്നത് പിന്നെ 24 ഫെബ്രുവരിയിലാണ്. 2004 ഫെബ്രുവരിയിലാണ് ഞാൻ വിടുന്നത്. അത് വിടാൻ കാരണം അതെന്നാ ജോഷിജി പറഞ്ഞോ? ജോഷി പറഞ്ഞിട്ടല്ല, RSSൻ്റെ ഭാഗത്തു നിന്ന് നിർബന്ധമായിട്ട് ഞാൻ ഓർഗനൈസേഷൻ വരണമെന്ന് പറഞ്ഞിട്ട് ദർ വാസ് എ ഡിമാൻഡ്. അതൊരു 2 വർഷമായിട്ടുള്ള ഡിമാൻഡായിരുന്നു. സംഘത്തിൻ്റെ എല്ലാ അധികാരികളും, മോഹൻ ഭഗവത് ജി ഇപ്പോഴത്തെ അദ്ദേഹം, നേരത്തെ HV ശേഷാദ്രി എന്ന ഒരാൾ ജനറൽ സെക്രട്ടറി, അദ്ദേഹമാണ് ആദ്യം ഈ ഐഡിയ മൂവ് ചെയ്യുന്നത്. ഓർഗനൈസർ നല്ലൊരു എഡിറ്റർ വേണം, ഓർഗനൈസർ റിവൈവ് ചെയ്യണം, പ്രോപ്പറായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസറിന് നല്ലൊരു എഡിറ്റർ വേണമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചു ഐ ആം ദ ബെസ്റ്റ് പേഴ്സൺ. അപ്പം ഞാൻ എഡിറ്ററായിട്ട് പോകണമെന്ന് തീരുമാനിച്ച ജോഷിയോട് പറഞ്ഞപ്പോൾ ജോഷി എന്നെ വിടാൻ സമ്മതിച്ചു. അപ്പോൾ വിസമ്മതിച്ചു. അപ്പോൾ ജോഷി ചെന്നിട്ട് പിന്നെ മോഹൻജിയോടും HV ശേഷാദ്രിയോടും വിളിച്ച് ചോദിച്ചു, പിന്നെ ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്, എനിക്കാരാ സഹായിക്കാനെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ശക്തമായിട്ട് അതിനെ എതിർത്തു. അപ്പം ഏതാണ്ട് 1 വർഷത്തോളം ഈ എതിർപ്പ് തുടർന്നു. ഇതിനിടയ്ക്ക് സംഘം ഇടയ്ക്കിടയ്ക്ക് പറയാമായിരുന്നു. അപ്പോൾ ഇലക്ഷൻ വരാറായപ്പോൾ സംഘം തീർത്ത് പറഞ്ഞു, നോ യു ഷുഡ് സെൻഡ് ഹിം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഓർഗനൈസർ എഡിറ്ററായി പോയി, ഓർഗനൈസറിൻ്റെ എഡിറ്ററായിട്ട്. അപ്പം പിന്നെ അന്നുണ്ടായിരുന്ന എഡിറ്റർക്ക് മാറ്റണം നിർബന്ധമുണ്ടായിരുന്നു, എന്നെ കൊണ്ടുവരണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു.
അപ്പോൾ ജോഷിജിയുടെ തടസ്സം മാത്രമേ ഉള്ളായിരുന്നു. ജോഷിജി എന്നെ വിടാൻ തയ്യാറില്ലായിരുന്നു. ഞാൻ പോകുന്ന സമയത്തും ജോഷിജി എന്നോട് പറഞ്ഞു വി ആർ ഗോയിങ് ടു കം ബാക്ക് ആൻഡ് വി നീഡ് യു. അതായത് എന്നൊക്കെ പറഞ്ഞ് ജോഷിജി എന്നോട് 2 മണിക്കൂർ വിളിച്ചിരുത്തി സംസാരിച്ചിട്ടാണ് പറഞ്ഞു വിടുന്നത്. വളരെ ദേഷ്യത്തിലാണ് പറഞ്ഞത്, വൈ ആർ യു ഗോയിങ് എന്നും പറഞ്ഞിട്ട്. എങ്ങനെയാണ് അന്ന് അത്രയും തരക്കേടില്ലാത്ത ഭരണമായിരുന്നു വാജ്പേയിയുടെ? നല്ല ഭരണമായിരുന്നു. നല്ല ഭരണമായിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതെ, ഇന്ത്യ തിളങ്ങുന്നത് ക്യാമ്പയിൻ ചെയ്തു. പിന്നെ എന്ത് പറ്റി? ടൈമിംഗ് വാസ് റോങ്. ഒന്നാമത് സമ്മറായിരുന്നു, ഇലക്ഷൻ്റെ സമയം. ഇപ്പം സ്ഥിരം സമ്മറാണല്ലോ. അതെ, ഇലക്ഷൻ അതിപ്പോൾ വന്നതാണ്. നേരത്തെ ഒക്ടോബറിലായിരുന്നു ഇലക്ഷൻ നടക്കേണ്ടിയിരുന്നത്. അന്ന് വാസ്തവത്തിൽ പാർട്ടി പ്രിപ്പയർഡ് അല്ലായിരുന്നു ഇലക്ഷന്. പിന്നെ എന്തിനാ നേരത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു പത്രത്തിൽ കൂടെ. പെട്ടെന്ന് ഇലക്ഷൻ നടത്തിയാൽ BJP ഗുണം ചെയ്യും. അവിടെ എനിക്ക് തോന്നുന്നു 3 സംസ്ഥാനങ്ങളിൽ ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് അന്തരീക്ഷം നല്ലതാണ്. സോ വാജ്പേയിയുടെ സർക്കാർ ഷൈനിങ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിൽ പോലും അതിൻ്റെ ഗ്രൗണ്ട് ലെവലിലേക്ക് അത് റീച്ച് ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു. കാരണം പല കാര്യങ്ങളിലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി. അല്ല, അന്ന് ഈ RSSനും BJPക്കും ഇത്ര നെറ്റ്വർക്ക് ഉണ്ടായിട്ട് ഇത് ഫീഡ് കിട്ടിയില്ലേ? ഈ ഫീല് കിട്ടാൻ പറ്റിയില്ലേ? അതൊരു കോalition ഗവൺമെൻറ് ആയിരുന്നല്ലോ. NDAയുടെ കോalition ഗവൺമെൻറ് ആയിരുന്നതുകൊണ്ട് തീരുമാനം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലിൽ വാജ്പേയി, അഡ്വാനിജി എല്ലാവരും കൂടെ ചേർന്ന്. അഡ്വാനിജി ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻസിസ്റ്റ് ചെയ്തത്. വാജ്പേയി വാസ് ഓൾസോ നോട്ട് ഈഗർ ടു ഹാവ് ദ ഇലക്ഷൻ. 6 മാസം നേരത്തെ നടത്തി. 6 മാസം നേരത്തെ നടത്തി. അന്ന് വാസ്തവത്തിൽ വാജ്പേയി തുടക്കത്തിൽ എതിരായിരുന്നു ഇലക്ഷൻ്റെ തൽക്കാലം ആവശ്യമില്ലെന്ന്. കാരണം അന്ന് ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ആൾക്കാരെ നെഗറ്റീവായിട്ട് ബാധിച്ചു. ഫോർ എക്സാമ്പിൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ള ആൾക്കാർ 8%, 9% ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൾക്കാരെ 5% പലിശ കുറഞ്ഞു. പലിശ കുറഞ്ഞപ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് അവരുടെ ഇൻകമാണ് കുറഞ്ഞത്. അപ്പോൾ ഇതേ രീതിയിലുള്ള എക്കണോമിക് റിഫോംസിൻ്റെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നെഗറ്റീവായിട്ട് മിഡിൽ ക്ലാസ്സിനെ ബാധിച്ചു. പുവർ പീപ്പിൾ ആർ ഹാപ്പി. ഹൗസ് ലോൺ ചീപ്പറായി, അല്ലെങ്കിൽ വെഹിക്കിൾ ലോൺ ചീപ്പറായി, അതൊക്കെ സംഭവിച്ചു. പക്ഷേ ഇതൊക്കെ പാവങ്ങൾക്കാണ്. ബട്ട് ദ മിഡിൽ ക്ലാസ് വാസ് വെരി അൺഹാപ്പി ദാറ്റ് ദെയർ ഇൻകം വാസ് കമ്മിങ് ഡൗൺ. അവരാണ് പവർഫുൾ, മിഡിൽ ക്ലാസ് ആണ് പവർഫുൾ. അതുപോലെ തന്നെ UTI സ്കാം ഉണ്ടായി. UTI സ്കാമിൽ ഒരുപാട് ആൾക്കാർക്ക് അവരുടെ പണം നഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ 6 മാസം കൂടെ കിട്ടിയിരുന്നെന്ന് വരികിൽ ഇതൊക്കെ പറഞ്ഞ് ആൾക്കാരെ മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ദേ വുഡ് ഹാവ് കം ടു റിയലൈസ് ദ തിങ്. എന്താണ് സംഭവിക്കുന്നത്, റിഫോമിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, മൊബൈൽ ഫോൺ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളായിരുന്നു ആ സമയത്ത്. അന്ന് പേജറായിരുന്നു തുടക്കത്തിൽ, പേജറെ പിന്നെ മൊബൈൽ ഫോൺ. അപ്പോൾ ഈ ടെലിഫോണാണെങ്കിലും ചീപ്പറായി, എയർ ട്രാഫിക് ചീപ്പറായി, ഒക്കെ ചീപ്പറാകുന്നു. പക്ഷേ അത് ആൾക്കാരിലേക്ക് സിങ്ക് ചെയ്യാൻ സമയം എടുത്തില്ല. 6 മാസം കഴിഞ്ഞിരുന്നെങ്കിൽ അത് സിങ്ക് ഡൗൺ ചെയ്തേന്. അപ്പം അത് ഗുണം ചെയ്തേന്. അപ്പം അങ്ങനെ അപ്പോൾ ഓർഗനൈസറിലേക്ക് പോയി. എത്ര കാലം ഓർഗനൈസറിൽ തുടർന്നു? ഓർഗനൈസറിൽ അതിനുശേഷം ഞാൻ, അതായത് 2004 ഫെബ്രുവരിയിൽ ഞാൻ ജോയിൻ ചെയ്തു. അതിനുശേഷം 2013 വരെ. 13 വരെ തുടർന്നു. പിന്നെന്താണ് അപ്പോൾ ഈ സമയത്ത് സംഘടനയുടെ വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടായിരുന്നോ? ഇല്ല. ഈ 2013 ഈ മോഡിജിയുമായിട്ടൊന്ന് കോൺടാക്ട് ഉണ്ടായിരുന്നു, റെഗുലർ കോൺടാക്ട് ഉണ്ടായിരുന്നു. ഈ 2014 മോദി ലീഡറായി വരുന്ന ഇതിന് മുന്നോടിയായ ഒരു ഒരുക്കമുണ്ടല്ലോ, അത് RSSും BJP നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നോ? അല്ല. എങ്ങനെയാണ് മോദി ലീഡറായി വരുന്നവനെ? അതൊരു ഒരു ഒരു ചരിത്രത്തിൻ്റെ ഇന്നോവേറ്റബിലിറ്റി എന്ന് പറയാൻ സാധിക്കും. അതായത് മോഡിജി ആയിരിക്കണം നേതാവ് 2014 എന്നുള്ള നിലയ്ക്ക് RSSനകത്ത് തുടക്കത്തിൽ തിങ്കിങ് ഇല്ലായിരുന്നു. ഈവൻ ഓർഗനൈസറിൽ പോലും വാസ്തവത്തിൽ അഡ്വാനിജി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ പ്രൊജക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അഡ്വാനിജി ആയിരുന്നു അന്നത്തെ ടോപ്പ് ലീഡർ. അഡ്വാനിജി ഒരു തവണ കൂടെ അദ്ദേഹത്തിന് ചാൻസ് വേണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ടോപ്പ് ലീഡർഷിപ്പ് BJPക്കകത്തുള്ള ആൾക്കാർക്ക് പോലും അഡ്വാനിജി കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പിന്നെ കണ്ടൻറ്റേഴ്സ് എന്നുള്ള നിലയ്ക്ക് പലരും ഉണ്ടായിരുന്നു. സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു, പ്രമോദ് മഹാജൻ ഉണ്ടായിരുന്നു. അവരൊക്കെ ടോപ്പ് ജോബിന് വേണ്ടി കണ്ടൻറ്റേഴ്സ് ആയിരുന്നു. അപ്പം ആ ഒരു സമയത്താണ് മോഡിജി പെട്ടെന്ന്, കാരണം ഹീ ബിക്കെയിം ഇമ്മൻസ്ലി പോപ്പുലർ ഇൻ ഗുജറാത്തിലെ അവിടുത്തെ ഈ റയറ്റിന് ശേഷമുള്ള സാഹചര്യത്തിൽ മോഡിജിക്കെതിരായിട്ടുള്ള പത്രവാർത്തകൾ റെഗുലറായിട്ട് വരാൻ തുടങ്ങി. സ്ഥിരമായിട്ടുള്ള കോർട്ട് കേസുകൾ, ആ ഒരു രീതിയിലുള്ള ഒരു കമ്പയിനത്തിൽ മോഡി പൊളിറ്റിക്സിൻ്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് വന്നു. എപ്പോഴും ഡിസ്കഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് മോഡിജിയായി. അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് വന്നപ്പോഴേ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ
ഈ നെഗറ്റീവ് വാർത്തയെല്ലാം അദ്ദേഹത്തിന് പോസിറ്റീവായി. ഓക്കെ. അപ്പം ഞാനൊരു ഗർഭിണിയുടെ വയറ് കീറി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതെ, അതൊക്കെ കള്ളമായിരുന്നു. അതെല്ലാം കള്ളമാണെന്ന് തെളിയിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഒരു അന്നൊക്കെ മാസികകളിലൊക്കെ വന്നൊരു ഇങ്ങനെ തൊഴിലുകൊണ്ട് നിൽക്കുന്ന ഒരാൾ, അതും കള്ളമായിരുന്നു. അത് പിന്നെ അവരെ മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു ഫോട്ടോ ആയിരുന്നു. ഒരു ഗുജറാത്തി അല്ലായിരുന്നു അയാൾ, കൽക്കട്ടക്കാരനൊരു ഒരുത്തനായിരുന്നു. അത് പിന്നീട് അത് ശരിയായിട്ട് ആൾക്കാർക്ക് മനസ്സിലായി ഇതൊക്കെ മാനിപ്പുലേറ്റഡായിട്ടുള്ള വാർത്തയായിരുന്നു. പക്ഷേ ഈ റയറ്റിൻ്റെ സമയത്ത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം ഒരു തരത്തിൽ പോലും നരേന്ദ്രമോദിക്ക് ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ലായിരുന്നു. അങ്ങ് ആ സമയത്ത് ഞാൻ ഗുജറാത്തിലും പോയിട്ടുണ്ട്, ഡൽഹിയിലുണ്ടായിരുന്നു. ഞാൻ അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണോ അങ്ങ്? അല്ല, ഓർഗനൈസറിലുള്ള സമയത്താണ് റൈറ്റ് നടക്കുന്നത്. അല്ല, റൈറ്റ് നടക്കുന്നത് ഞാൻ ജോഷിയുടെ ഉള്ള സമയത്താണ്. അതായത് 2002-ലാണ്. 2002-ൽ ഞാൻ ജോഷിയുടെ കൂടെ ആ സമയത്താണ്. പക്ഷേ ഡയറക്റ്റായിട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ കിട്ടുമായിരുന്നു. പലതവണ ഗുജറാത്തിൽ പോയി, എൻ്റെ ഇടയ്ക്ക് ജോഷിയുടെ കൂടെ പോയി, അല്ലാതെയും പോയി. അതിനുശേഷം ഞാൻ മോഡിജിയോട് പലതവണ സംസാരിച്ചിട്ടുണ്ട്. ഈ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കും മോദിജിയുടെ ഓർഗനൈസ് എഡിറ്റർ എന്നില്ല, പിന്നെ നല്ല ബന്ധം തുടങ്ങി. നല്ല ബന്ധം പിന്നെ രണ്ടാമത് തുടങ്ങി. അതിന് മുമ്പ് റെഗുലർ കോൺടാക്റ്റായി. തന്നെയല്ല, ഞാൻ ജോഷിയുടെ കൂടെ ഉള്ള സമയത്ത് മോഡിജി പലതവണ ഡൽഹി വരുമായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ കേന്ദ്രം ഡൽഹി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഒരിക്കൽ എന്നെ ബൈ ചാൻസ് ജോഷിയുടെ വീട്ടിൽ വെച്ച് കണ്ടു. വീട്ടിൽ വെച്ച് കണ്ടപ്പോഴേ ജോഷിജിയോട് പറഞ്ഞു, ഹീസ് മൈ ഓൾഡസ്റ്റ് ഫ്രണ്ട് ഡൽഹി എന്ന് പറഞ്ഞിട്ട് ജോഷിജിയോട് ഇൻട്രൊഡ്യൂസ് ചെയ്തു എൻ്റെ ഏറ്റവും പഴയ സുഹൃത്താണ് ഡൽഹിയിലെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. കാരണം അത് ജോഷിജി മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് മോഡിജി ഡൽഹിയിൽ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് BJP-യിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതായത് ഇദ്ദേഹം ശങ്കർ സിംഗ് വഘേലയുടെ റിവോൾട്ടിന് ശേഷം മോഡിജിയെ കുറച്ച് നാളത്തേക്ക് നാട് കടത്തി എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ വരരുത്, വെളിയിൽ താമസിക്കണമെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഡൽഹിയിലേക്ക് അയച്ചു. RS അല്ല, ശങ്കർ സിംഗ് വഘേല തിരിച്ചു വന്നല്ലോ. ആ ഖജൂരിയ എന്ന് പറഞ്ഞുള്ള ഒരു വലിയ കേസുണ്ടല്ലോ. അതായത് കുറേ MLA-മാരെയും കൊണ്ട് ശങ്കർ സിംഗ് വഘേല റിവോൾട്ട് ചെയ്തിട്ട് പിന്നെ മധ്യപ്രദേശിലൊരു സ്ഥലത്ത് പോയി താമസിച്ചിട്ട് അവസാനം അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് പുള്ളിയെ മുഖ്യമന്ത്രിയായപ്പോഴേ ശങ്കർ സിംഗ് വഘേല വെച്ച ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മോഡിജി ഗുജറാത്തിൽ വരരുത്. അന്ന് മോദിജി അവിടുത്തെ സംഘടനാ സെക്രട്ടറി ആയിരുന്നു. മോഡിജി ആയിരുന്നു കേശുഭായ് പട്ടേലിൻ്റെ റൈറ്റ് ഹാൻഡ്. അപ്പം മോഡിജിയോട് ഒരു കേശുഭായ് പട്ടേലിനോടുള്ള എതിർപ്പെന്ന് പറയുന്നത് മോഡിയോടുള്ള എതിർപ്പായിട്ട് ശങ്കർ സിംഗ് വഘേല ഗുജറാത്തിലെ വരരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പിന്നെ ഗുജറാത്തിൽ നിന്നൊരു തരത്തിൽ പറഞ്ഞാൽ നാട് കടത്തി. ഡൽഹിയിൽ എന്നാ ചുമതല കൊടുത്തു? ഡൽഹി ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നു. ദേശീയ ജനറൽ സെക്രട്ടറി. നാഷണൽ ജനറൽ സെക്രട്ടറി. അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹം ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് ആ ഏരിയയുടെ ചാർജായിരുന്നു മെയിനായിട്ട്. അപ്പം ആ സമയത്താണ് അവിടെ അദ്ദേഹം വർക്ക് ചെയ്തിട്ട് അതിന് നെക്സ്റ്റ് ഇലക്ഷനിൽ ഹരിയാനയിൽ നല്ല റിസൾട്ട് വന്നു, ഹിമാചലിൽ നല്ല റിസൾട്ട് വന്നു. സോ ഹി പ്രൂവ്ഡ് ആസ് എ ഗുഡ് ഓർഗനൈസർ ആ സമയത്ത്. ഈ സമയത്താണ് അങ്ങനെയാണ് അദ്ദേഹം പിന്നെ തിരിച്ചു അങ്ങോട്ടും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് 2001 അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കുന്നത്. മോഡിജിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംഘടനയുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയനാണ്. ഗ്രൂപ്പ് ഓഫ് പീപ്പിളെ ആയുധങ്ങളുമായിട്ട് നടന്നിട്ട് ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക. ആ സമയത്തെ ആൾക്കാരുടെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം. പോലീസ് ഫയറിംഗ് മരിച്ചതിനകത്ത് 80% ആൾക്കാർ ഹിന്ദുക്കളാണ് മരിച്ചത്. അപ്പം റൈറ്റിൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ, കില്ലിങ്സിൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ, ഗവൺമെൻറ് ഇനാക്ഷൻ്റെ കാര്യം പറയുകയാണെന്നുവരികിൽ നരേന്ദ്രമോദിയെക്കാട്ടി 100 ഇരട്ടി തെറ്റ് ലാലു പ്രസാദ് യാദവ് ചെയ്തിട്ടുണ്ട്, മുലായം സിംഗ് യാദവ് ചെയ്തിട്ടുണ്ട്, ശരത് പവാർ ചെയ്തിട്ടുണ്ട്.